വരകൾ കൊണ്ട് കൊട്ടിയെഴുത്ത് ആർട്ടിസ്റ്റ് ഗോപാലന്റെ കലയും ജീവിതവും അടയാളപ്പെടുത്തുന്ന പുസ്തകമാണ് ഓർമ്മകൾ കൊണ്ട് വരുന്ന വരകൾ. മാധ്യമ പ്രവർത്തകനും ജീവചരിത്രകാരനുമായ ശ്രീ ബൈജു ചന്ദ്രനാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ്. ഓർമ്മകൾ കൊണ്ടുവരുന്ന വരകളുടെ പ്രകാശന ചടങ്ങിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ചടങ്ങിന് ഔപചാരികമായി സ്വാഗതം പറയുവാനായി പുസ്തകത്തിന്റെ പ്രസാധകരായ പ്രണത ബുക്സിന്റെ സാരഥി ശ്രീ ഷാജി പ്രണതയെ ക്ഷണിച്ചു. യോഗത്തിന്റെ അധ്യക്ഷൻ, എനിക്ക് പ്രിയപ്പെട്ട മലയാളത്തിന്റെ പ്രിയ കവി ചവറ KS പിള്ള, പുസ്തക പ്രകാശനത്തിലുള്ള ബഹുമാനായ നേതാവ് വേദിയിലുള്ള രാധാലക്ഷ്മി പത്മരാജൻ, GR ഇന്ദുഗോപൻ, മറ്റു സുഹൃത്തുക്കളെ, ഈ പുസ്തകത്തിന്റെ രചയിതാവ് ബൈജു ചന്ദ്രൻ, എല്ലാവർക്കും സ്നേഹവന്ദനം. വളരെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന കുടുംബാന്തരീക്ഷത്തിലുള്ള ഒരു ചടങ്ങാണ് ഈ പുസ്തക പ്രകാശനത്തിൻ്റെത്. കൊല്ലം കേരളത്തിലെ എന്തുകൊണ്ടും സമ്പന്നവും സാംസ്കാരികവുമായ ഒരു നഗരമാണ്. എല്ലാ തരത്തിലും സമ്പന്നതയുള്ള പ്രകൃതി നിന്ന് ആർട്ടിസ്റ്റ് ഗോപാലൻ കേരള സമൂഹത്തിൽ നൽകിയ സംഭാവനകൾ അനുസ്മരിക്കുന്നതാണ് ഈ സമ്മേളനം. ഒരു പുസ്തക പ്രകാശന ചടങ്ങിനൊക്കെ അതിന് അതീതമായി മലയാളത്തിലെ ദൃശ്യ അച്ചടി മാധ്യമങ്ങളിൽ ഒരു ആർട്ടിസ്റ്റ് നൽകിയ സംഭാവനകളെ ഓർക്കുകയാണ്. എഴുതുക എന്നതിനപ്പുറത്തേക്ക് പുസ്തകം നിർമ്മിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ ഫോട്ടോകൾ, ചിത്രങ്ങൾ, രചനകൾ ഒക്കെ കണ്ടെത്തി ഈ പുസ്തകത്തിൽ നമുക്ക് വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്നത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. വളരെ വിശദമായ GR ഇന്ദുഗോപൻ ഈ പുസ്തകത്തോട് പരിചയപ്പെടുത്തും. ഈ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന ഈ സമ്മേളനത്തിന്റെ യോഗത്തിന്റെ അധ്യക്ഷൻ ചവറ KS പിള്ളയാണ്. പിള്ളച്ചേട്ടനായി വളരെ അടുപ്പം എനിക്കുണ്ട്. എന്നും സ്നേഹം നൽകുന്ന വാക്കുകൾ കൊണ്ടും നല്ല കവിതകൾ കൊണ്ടും നമ്മെ സമ്പന്നമാക്കുന്ന ചവറ KS പിള്ളയെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബിനോയ് വിശ്വത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ആർട്ടിസ്റ്റ് ഗോപാലന്റെ ജീവിതം രൂപപ്പെടുന്നത് എറണാകുളത്തും കൂടിയാണ്. ചിത്രശാലയിൽ, എറണാകുളം പ്രൊഫസർ റോഡിലെ ചിത്രശാലയിൽ അദ്ദേഹത്തിന്റെ സേവനം, ജോലി, അത് വളരെ സവിസ്തരം ഈ പുസ്തകത്തിൽ പറയുന്നു. അദ്ദേഹത്തെ എറണാകുളത്ത് നിന്ന് വന്ന ഒരു നേതാവ് നേതൃത്വം ബിനോയ് വിശ്വം നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട രാധാലക്ഷ്മി പത്മരാജനാണ്. മുഖവരകൾ ആവശ്യമില്ല. സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ആർട്ടിസ്റ്റ് ഭട്ടതിരി ഈ പുസ്തക രചനയിലും രൂപകൽപ്പനയിലൊക്കെ നിർദ്ദേശങ്ങളും സഹായമായി കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രൊഫസർ മനോജ് കണ്ണൻ, റാഫി കാമ്പിശ്ശേരി, ഇവർ രണ്ടുപേരെയും ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ GR ഇന്ദുഗോപനാണ് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ വലിയ കയ്യടി കൊടുക്കേണ്ട ഒരാളാണ് ബൈജു ചന്ദ്രൻ. ഈ പുസ്തകം ഇങ്ങനെ രൂപപ്പെടുന്നതിന് ഏറ്റവും വലിയ കാരണക്കാരൻ അദ്ദേഹമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള ശബ്ദത്തിന്റെ വരാന്തയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അച്ഛനിലൂടെ അദ്ദേഹത്തിന് പൈതൃകമായി കിട്ടിയ സ്നേഹവും വാത്സല്യവുമാണ് ആർട്ടിസ്റ്റ് ഗോപാലിനെ ഈ രീതിയിൽ മലയാളത്തിന് അടയാളപ്പെടുത്താൻ ബൈജു ചന്ദ്രൻ തയ്യാറായത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ബൈജു ചന്ദ്രനെ ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രമുഖരും എല്ലാവരെയും പേരെടുത്ത് പറയേണ്ട ആളുകളാണ്. എല്ലാവരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. MD, എഴുത്തുകാരൻ, പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം നമുക്ക് സുപരിചിതനാണ്. ആർട്ടിസ്റ്റ് ഗോപാലനെ അറിയപ്പെടുന്ന രേഖാ ചിത്രകലാകാരനായി വളർത്തിയത് ജനയുഗം എന്ന പ്രസിദ്ധീകരണമാണ്. ജനയുഗത്തിന്റെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ കൂടിയാണ് ശ്രീ ബിനോയ് വിശ്വം ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുവാനായി
ഏറെ ആദരവോടെ ശ്രീ ബിനോയ് വിശ്വം സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പുസ്തകം ഏറ്റുവാങ്ങുവാനായി ശ്രീമതി രാധാലക്ഷ്മി പത്മനാഭൻ മാമിനെ സ്നേഹാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ കൂടിയ എല്ലാവരെയും അറിയില്ലെങ്കിൽ മിക്കവരെയും എനിക്കറിയാം. അതിൻ്റെ കാരണം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും ഊഹിക്കാൻ വിടുന്നില്ല. സ്വാഗത പ്രസംഗം അല്ലെങ്കിൽ എന്നെപ്പറ്റി എന്തൊക്കെയോടെ പറഞ്ഞു. ഞാൻ പക്ഷെ അതൊന്നുമല്ല. ഞാൻ ബൈജുവിൻ്റെ ഭാഗമാണ്. ആർട്ടിസ്റ്റ് ഗോപാലന്റെ ആരാധകനാണ്. എൻ്റെ ബാല്യം മുതൽ കുട്ടിക്കാലത്ത് ഞങ്ങളെല്ലാവരും വായിച്ചത് ബാല്യയുഗമായിരുന്നു. ജനേകം വാരിക, ജനേകം പത്രം, സിനിമ, നവൽ പതിപ്പൊക്കെ പിന്നീട് വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങളെല്ലാം കാത്തു നിന്ന കുട്ടികളുടെ മാസിക ബാലയുഗമായിരുന്നു. അതിന്റെ വനങ്ങളെല്ലാം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. ഇതെല്ലാത്തിനും ബാധകമാണ്. ജനീകത്തിൽ വന്ന എല്ലാ വനങ്ങളെയും പറയും ഞങ്ങൾ ആ ഒപ്പ് ഓർമ്മിക്കുന്നുണ്ട്. ജി മാത്രം ശരിക്കും വായിക്കാൻ പറ്റും. പിന്നെ മനസ്സിലാക്കിയ ആളിന്റെ പേര് ആർട്ടിസ്റ്റ് ഗോപാലനാണെന്നാണ്. അങ്ങനെ ഞാൻ മാത്രമല്ല, തലമുറകൾ ഈ ആർട്ടിസ്റ്റ് ഗോപാലന്റെ ആരാധകരായി മാറി. അദ്ദേഹത്തെ അന്ന് അറിയില്ല. പിന്നെയും അടുത്തറിയാൻ അദ്ദേഹം അവസരമുണ്ടാക്കിയിട്ടില്ല. അങ്ങേയറ്റം അന്തർമുഖനായ, ഒരിക്കലും വെളിച്ചത്തേക്കോ വേദിയിലേക്കോ വരാൻ ഇഷ്ടപ്പെടാത്ത ഒരു വൻ കലാകാരൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പറഞ്ഞു, ഇവിടെ എഴുത്താൻ പറഞ്ഞു, മേശ പറഞ്ഞു, വേണ്ട നിർബന്ധിക്കേണ്ട ആളുകളില്ല. അതൊരു പ്രകൃതമാണ്. ഒരിക്കലും വേദിയിലേക്കൊന്നും വരാൻ ഇഷ്ടപ്പെടാത്ത, എന്നാൽ ഭംഗിയുള്ള വരകളുടെയും അർത്ഥമുള്ള അതിൻ്റെ ഉള്ളടക്കത്തെയും എല്ലാം സ്വാംശീകരിക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ പ്രാഗൽഭ്യം അതൊന്നും ഏത് വേദിയുടെയും മുകളിലാണ്. എല്ലാ വെളിച്ചവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അത് ചെയ്യുമ്പോൾ. അതാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. പണ്ട് ഒരു 13 വയസ്സുകാരൻ തൻ്റെ നാട്ടുപുറത്തെ ഒരു ഓയിൽ വെച്ച തിയേറ്ററിൽ, സിനിമാ കൊട്ടകം എന്ന് പറയും, ആ തിയേറ്ററിൽ, അതിൻ്റെ പേര് സ്വസന തിയേറ്റർ എന്നായിരുന്നു, അവിടെ നാടകം കാണാൻ വേണ്ടി പോയി. ആ നാടകം നാടാകെ കാണാൻ കാത്തിരുന്ന നാടകമാണ്. നാടകത്തിൻ്റെ പേര് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നായിരുന്നു. ആ നാടകം കാണാൻ പോയ ആ വിദ്യാർത്ഥിക്ക് നാടകം കഴിഞ്ഞപ്പോൾ, വയസ്സ് 13, നാടകം കഴിഞ്ഞപ്പോൾ തൻ്റെ ഉള്ളിൽ ചിതറിക്കിടന്നിരുന്ന രാഷ്ട്രീയ സങ്കല്പങ്ങൾക്കെല്ലാം കുറച്ചുകൂടെ മിഴിവ് കിട്ടിയതായി തോന്നി. താൻ ആരാണെന്നും തൻ്റെ പാർട്ടി എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നും എല്ലാം അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ ആ നാടകം സഹായിച്ചു. ആ കുട്ടിയാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. അദ്ദേഹം പിന്നീട് വരകളിലേക്ക് നീങ്ങുകയായിരുന്നു. ആ ജീവിതത്തിന്റെ എല്ലാ ഘട്ടവും ത്യാഗപൂർണമായിരുന്നു. തുറക്കാൻ മുഴുവനും ഒടുക്കുപോകുന്നതിനെയായിരിക്കും. ഇല്ലായ്മകളും വർദ്ധകളും എല്ലാം ഉള്ള കാലത്ത് അമേരിക്കൻ ചിത്രകല പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം ഒരു ഓഫർ കിട്ടി. ഒരു പോസ്റ്റൽ ട്യൂഷൻ മിടുക്കുള്ള കലാകാരന്മാർക്ക് വേണ്ടി. ഗോപാലൻ അയച്ചു കൊടുത്ത ആ ചിത്രം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവര് ഫീസിൽ ഇളവ് കൊടുത്തുകൊണ്ട് ഈ വിദ്യാർത്ഥിയോട് കോഴ്സിൽ ചേരാൻ പറയും. അന്നന്തോ അമേരിക്കൻ ഡോളറിന്റെ $7 അന്നത്തെ ഫീസ്. എൻ്റെ മനസ്സിലാക്കൽ ശരിയാണെങ്കിൽ
ഈ വിദ്യാർത്ഥികൾ താല്പര്യപ്പെട്ടവർ പറഞ്ഞു, നിങ്ങൾ അത് 7 തരേണ്ട, 7ന് പകരം 5 തന്നാൽ മതി എന്ന് പറഞ്ഞു. 1-2 മാസമേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ മുടങ്ങിപ്പോയി. അതോടെ ആ പഠനം തീർന്നുപോയി. പക്ഷെ ഉള്ളിൽ ഇങ്ങനെ കത്തിക്കിടക്കുന്ന, ജ്വലിച്ചു നിൽക്കുന്ന, വരയ്ക്കാനും എഴുതാനും എല്ലാമുള്ള ആ ഒരു ത്വര എന്ന് വിളിക്കാവുന്ന സംഗതി, അത് മാറ്റിപ്പോകില്ല, അത് മാറ്റിവെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗോപാലൻ വരച്ചുകൊണ്ടേയിരുന്നു. തലയിലെ ഒരു ചെറുപ്പക്കാരൻ വരച്ച ചിത്രങ്ങൾ കൊല്ലത്തുള്ള ഒരു വാരികയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആർട്ടിസ്റ്റ് ഗോപാലൻ ഒരു വീക്കിലിയുടെ ചിത്രം വരയ്ക്കുന്ന ഇലസ്ട്രേഷൻ്റെ ആളായി മാറി. അത് പക്ഷെ തുടക്കമായിരുന്നു. പിന്നീട് കേരളത്തിൽ മറക്കാനാകാത്ത പത്രപ്രവർത്തകരും രാഷ്ട്രീയ നേതാവും മുൻ MP എല്ലാമായിരുന്ന ശ്രീ VP നായരും KS ചന്ദ്രനും, ഇവരെല്ലാം വലിയ വലിയ പേരുകളാണ്. അവരെല്ലാം ചേർന്ന് കേരള ശബ്ദം വാരികയ്ക്ക് രൂപപ്പെടുത്തപ്പോൾ ഈ ആർട്ടിസ്റ്റ് ഗോപാലൻ ആ ടീമിലെ ആർട്ടിസ്റ്റായി ചിത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്നതാണ്. കഥകൾക്കും നോവലിനുമെല്ലാം അനുയോജ്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ സങ്കല്പിച്ചുകൊണ്ട് മുഖച്ഛായ കൊടുത്ത ആളായിരുന്നു ഈ ആർട്ടിസ്റ്റ് ഗോപാലൻ. അതായി മാറി കേരള ശബ്ദം തട്ടകഥയും മാറി. അങ്ങനെ കൊല്ലത്ത് ആ കാലത്ത് എല്ലാത്തിനേക്കാളും വലിയതായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നതാണ് ജനകീയം വാരിക. ആ ജനകീയത്തിന് പത്രവർക്കൊരു വലിയ മഹത്വമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണും ബുദ്ധിയുമല്ല എപ്പോഴും ഇങ്ങനെ പരതിക്കൊണ്ടേയിരിക്കും. കഴിവുള്ളവരെ, നന്മയുള്ളവരെ. ആ അർത്ഥത്തിൽ കാമ്പശ്ശേരി ഉത്തമനായ കമ്മ്യൂണിസ്റ്റായിരുന്നു. ആ റഡാർ ഈ ഗോപാലിനെ കണ്ടെത്തി, ഗോപാലിനെ വിളിച്ചു വരുത്തി. ഗോപാലിനോട് കാമ്പശ്ശേരി പറഞ്ഞു, ഗോപാലിന് ജനകീയത്തിനോട് വരയ്ക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയാണ്. ജനകീയം വാരികയിലെ ഒരു ഓഫർ അന്നത്തെ ഒരു കലാകാരനും നിരസിക്കാൻ എളുപ്പമല്ല. ജനകീയം വാരിക ആ കാലത്ത് കേരളത്തിൻ്റെ വായനാ ലോകത്തെ ഏറ്റവും വലിയ സംഭവമായിരുന്നു. അവിടെ വരയ്ക്കാൻ ഒരു ഓഫർ കിട്ടിയാൽ ആരും വേണ്ടെന്ന് പറയില്ല. എന്തായിരുന്നു പിന്നെ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ്? തനിക്ക് ആദ്യമായിട്ട് ഇടം വന്ന കേരള ശബ്ദത്തിൻ്റെ വാരികയുടെ പ്രവർത്തകന്മാർ BP നായരും KS ചന്ദ്രനും ഒക്കെ ഉള്ളപ്പോൾ എനിക്കെങ്ങനെ അവിടെ നിന്ന് മാറാൻ പറ്റും? എന്നാണ് ഒരു വടംവലി. കാമ്പശ്ശേരിക്ക് അത് വേഗം മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞു, ഗോപാലനെ പേടിക്കണ്ട, അവിടുത്തെ വരിയൊന്നും പുറക്കണ്ട, അതിൻ്റെ കൂടെ ഇവിടുത്തെ വരി ചെയ്താൽ മതി. തനിക്ക് ഞങ്ങൾ മാസാമാസം 60 രൂപ തരും എന്നാണ് ഓഫർ. അന്ന് അതിൻ്റെ സംഖ്യീകരിക്കുമെന്ന്. എന്തായാലും അങ്ങനെ ഗോപാലൻ എന്ന് പറയുന്ന ഈ ആർട്ടിസ്റ്റ് ജനകീയത്തിൻ്റെ ആർട്ടിസ്റ്റായി മാറി. ജനകീയ കുടുംബത്തിലെ അംഗമായി മാറി. പിന്നെ ജനകീയത്തിൻ്റെ എല്ലാമായി അദ്ദേഹം മാറി. ജനകീയം വഴി എല്ലാ തലമുറകൾ വായിച്ച എല്ലാത്തരം വായനകളുടെയും കഥാപാത്രങ്ങൾക്ക് മുഖച്ഛായ കൊടുത്തത് ആ കൈകളാണ്. നമുക്കാർക്കും ദീപാങ്കുരൻ്റെ മുഖം അറിയില്ല. ബൽബത്രയുടെ കഥാപാത്രമാണ്. വിലയ്ക്ക് വാങ്ങാനിലെ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന കഥാപാത്രമാണ് ദീപാങ്കുരൻ. ദീപാങ്കുരൻ്റെ മുഖച്ഛായ എനിക്കറിയാം, നിങ്ങൾക്ക് പറയാം. നമ്മൾ ആരും കാണാത്ത, നമുക്കാർക്കും അറിയാത്ത ദീപാങ്കുരനെ നമുക്കറിയാവുന്ന മുഖച്ഛായയാക്കി മാറ്റിയത് ആ കൈകളാണ്. അതാണ് ഗോപാലൻ. ലക്ഷ്മി നടത്തി വിലയ്ക്ക് വാങ്ങാമല്ലോ ഒരു കഥാപാത്രമാണ്. അക്കോലൻ്റെ അപ്പൂപ്പൻ. ഇവരെല്ലാം എങ്ങനെ ഇരിക്കും? ഇവരെല്ലാം ബംഗാളികളാണ്. ബംഗാളിന്റെ ജീവിതത്തിൽ നിന്ന് വിമൽപത്ര പറിച്ചെടുത്ത് എഴുതി വെച്ച ആ നോവലിലെ ഓരോ കഥാപാത്രങ്ങളെയും മലയാളത്തിൽ ഹൃദയസ്ഥമാക്കി മാറ്റിയത് ആ പ്രതിഭയാണ്. ആ പ്രതിഭയ്ക്ക് നാം എന്ത് പേരിട്ട് വിളിക്കും? ഒരിക്കലും എവിടെയും കൊട്ടലും ഘോഷവും കാണിക്കാതെ, എവിടെയും ജാടകളും ആർപ്പാടവും കാണിക്കാതെ, നന്മയും സ്നേഹവും കൂറും മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ തെളിയിച്ചുകൊണ്ട്
നിലക്കൊണ്ട ആ പ്രതിഭയെ വിളിക്കേണ്ട പേരാണ് ഗോപാലൻ. ആ ഗോപാലനെയാണ് നാം ഇന്ന് ഇവിടെ വെച്ച് ആദരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ചിത്രങ്ങൾ കണ്ട എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടാകും. പക്ഷേ ഗോപാലൻ്റെ ചിത്രങ്ങളും ജീവിതവും ആസ്പദമാക്കി ഒരു പുസ്തകം ഉണ്ടായിട്ടില്ല ഇതുവരെ. അവിടെയാണ് നമ്മളെല്ലാവരും ബൈജുവിനോട് കടപ്പെട്ടിരിക്കുന്നത്. ബൈജു ഇതുപോലെയാണ്, ഒരുപാട് കഴിവുള്ള ബൈജു. ആ കഴിവിൻ്റെ വ്യാപ്തി എനിക്കറിയാം, ആഴം എനിക്കറിയാം. ബൈജു എനിക്ക് വേറൊരാളല്ല. ഞാൻ ചിലപ്പോൾ ഇവിടെ എനിക്ക് ആരെക്കാൾ കൂടുതൽ വഴക്ക് പറഞ്ഞ ആൾ ബൈജുവായിരിക്കും, ശാസിച്ച ആൾ ബൈജുവായിരിക്കും, കളിയാക്കിയ ആൾ ബൈജുവായിരിക്കും. പക്ഷേ ബൈജുവിന് ഏറ്റവും ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നു എന്നോടായിരിക്കും. വീണുണ്ടെങ്കിൽ മാപ്പാക്കണോ, എൻ്റെ വിശ്വാസം അങ്ങനെയാണ്. എന്തായാലും എൻ്റെ ഇഷ്ടമായിരിക്കും. ഏറ്റവും എന്നുള്ളതൊക്കെ ഇങ്ങനെ ഒരു കൊച്ചുമാർക്കിട്ട് വെക്കുന്നു. പക്ഷെ ഇഷ്ടമാണ് ബൈജു എന്നോട്. ആ ഒരു ബന്ധം ഉണ്ടായി വന്നത് എനിക്കറിയില്ല എങ്ങനെയാണ്. അത്തരം ബന്ധങ്ങളൊക്കെ ഉണ്ട് ലോകത്ത്. എല്ലാ ബന്ധങ്ങളും ഒറ്റുപോകില്ല, എല്ലാ ബന്ധങ്ങളും വാടിപ്പോകുകയുമില്ല. ഈ ഭൂമിയിൽ ഇപ്പോഴും ഊർജം ബാക്കിയുണ്ടെങ്കിൽ, നന്മ ബാക്കിയുണ്ടെങ്കിൽ, അതിൻ്റെ ഊഷ്മളത ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇത്തരം ഒരുപാട് സ്നേഹങ്ങളാണ്. ആ സ്നേഹത്തിലെ കണ്ണിയാണ് ബൈജുവും ഞാനും ഒക്കെ. പെട്ടെന്ന് ഞാൻ ഒരു വലിയ കവിയുടെ, കമ്മ്യൂണിസ്റ്റ് കവിയുടെ ഒരു വരി ഓർത്തു നോക്കുന്നു പെട്ടെന്ന്. അത് നരൂദയാണ്. നരൂദയുടെ കവിതയുടെ പേര് എൻ്റെ രാഷ്ട്രീയ കക്ഷിക്കെന്ന, ടു മൈ പൊളിറ്റിക്കൽ പാർട്ടി. അതിൻ്റെ ആരംഭം ഇതാണ്: ജീവിച്ചിരിക്കുന്ന എല്ലാവരിലുമുള്ള ശക്തിയുടെ ആകെത്തുക നീ എനിക്ക് നൽകിയെന്നാണ്. പിന്നെ പറയുന്നു, ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള മനുഷ്യരുമായി നീ എനിക്ക് സഹോദര്യം നൽകിയത്. അതുകൊണ്ട് ബൈജുവുമായി എനിക്കുള്ള സഹോദരത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതേറ്റു പറയുന്നു, ആവർത്തിച്ചു പറയുന്നു. സഹോദര്യം എനിക്കുണ്ടായത് പാർട്ടി മുഖേനയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാന മുഖേനയാണ്. സമയത്തിന് ഞെരുക്കം എനിക്കുള്ളത് കൊണ്ട്, നമുക്കെല്ലാം ഉള്ളത് കൊണ്ടും നീട്ടിപ്പരത്തി പറയാൻ പാടില്ലായെന്ന് എനിക്കറിയാം. ശത്രു ഇരിക്കുന്നത് എൻ്റെ ഭാര്യ. ശത്രു പറഞ്ഞാൽ ഞാൻ നീട്ടി പറയുന്നത് എന്നുള്ളൊരു ഒരു ഒരു നോട്ടം നോക്കുന്നുണ്ട്. എൻ്റെ എപ്പോഴും പറയും നീട്ടിപ്പരത്തി പറയുന്നത്. എന്തായാലും ഞാൻ പിന്നെ വേറൊരാളുണ്ട് എൻ്റെ പോലാക്കിലൂടെയാണ് എൻ്റെ മകൾ ഷേരയുടെ ഒരു സഹ വിമർശകർ, എന്നെ ഏറ്റവും കളിയാക്കുന്ന, ഏറ്റവും വിമർശിക്കുന്ന രണ്ടുപേരാണ്. മൂന്നാമത്തെ ആൾ ഇവിടെ ഇല്ല. ഇപ്പോൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട്. അത് അവരെ പേഴ്പെട്ടുകൂടിയാണ്. വീണ്ടും ഞാൻ പറയുന്നവയാണ്, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. ഞാൻ മോഹനെ കാണുന്നുണ്ട്, മോഹനെ നടന്ന് കാണുന്നു, ഒന്നൊരിക്കലും മറക്കാൻ പറ്റില്ല. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുത്തൊരു ബന്ധത്തിന്റെ ആഴം, അതിൻ്റെ ഒരു തണുപ്പ് ഏത് ചൂടിലും ഞങ്ങൾക്കെല്ലാം അതൊരു ആശ്വാസമാണ്. രാഷ്ട്രീയം മുഴുവനും വരണ്ടുപോയി, നന്മകളെല്ലാം പറ്റിപ്പോയി, അവിടെ ആർക്കും ആരോട് സ്നേഹമില്ല എന്നൊക്കെ പറയുന്നവർ ഒത്തിരി പേരുണ്ട്. അതിൽ കുറെ ശരിയും കാണും. പക്ഷെ അതിൽ ശരിയില്ലായ്മയുടെ ഭാഗം പറയുമ്പോൾ ഞങ്ങൾക്കെല്ലാം പറയാൻ ഒരു വലിയ ഓർമ്മകൾ സമുദ്രമുണ്ട്. അതെപ്പോഴും അടയടിക്കും മനസ്സിൽ. സ്നേഹമുണ്ട് രാഷ്ട്രീയത്തിൽ, നന്മയുണ്ട് രാഷ്ട്രീയത്തിൽ. അതിൻ്റെ ഊഷ്മളമായിട്ട് ഓർമ്മകളാണ് ഞങ്ങളെയൊക്കെ എപ്പോഴും നയിക്കുന്നത്. അതെനിക്ക് ബാധകമാണ്, ബൈജുവിന് ബാധകമാണ്, മോഹനയ്ക്ക് ബാധകമായിരിക്കും. പിന്നെ പലരും കാണുന്നുണ്ട്. എല്ലാ പേരും നിരത്താൻ ഞാൻ പെറുക്കി പറയുന്നില്ല. ഞാൻ ആദ്യം ഓർത്തത് ജീവനാണ്. ജീവൻ പോലെ ലക്ഷങ്ങളേക്കാണ് പ്രശ്നം ജീവനല്ല. അത് അങ്ങനെ പലരെയും എനിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മയിലേക്ക് വരും. എന്തായാലും ബൈജുവിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ കേന്ദ്രത്തിൽ പോകും. അത് ഒരുപാട് പേരിലേക്ക് ഇങ്ങനെ പടർന്ന് കയറും. അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല.
ഞാൻ ആ വഴിക്കൊന്നും പോകുന്നില്ല. എന്തായാലും ബൈജു ഒരു വലിയ കാലത്തിൻ്റെ നിഴൽചിത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ മാത്രമല്ല, ബൈജു ഒരുപാട് വലിയ സൃഷ്ടികൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ KPSCയുടെ ചരിത്രം പഠിക്കാവുന്ന ചരിത്രം എന്ന് പറയാം. അത് സുലോചനയെ പറ്റിയുള്ളൊരു ജീവിത കഥയാണ്. സുലോചന KPSCയുടെ എല്ലാമായിരുന്നു. ആ കഥ പറഞ്ഞുകൊണ്ട് ബൈജു വളരെ ഗംഭീരമായ രീതിയിൽ KPSCയെ പറ്റി ചരിത്രം തന്നെ പറയുകയായിരുന്നു. ആ രചനയ്ക്കൊരു സൗന്ദര്യമുണ്ട്. ചരിത്രം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന മൊണോട്ടണി, മടുപ്പ് ഒട്ടും ഉണ്ടാകാത്തതുപോലെ ജീവിതത്തെയും സംഭവങ്ങളെയും തമ്മിൽ ഇത്രയധികം കോർത്തിണക്കിക്കൊണ്ട് ആരെയും പഠിപ്പിക്കാതെ ചരിത്രം എഴുതാൻ കഴിയുമെന്ന് തെളിയിച്ച ചരിത്രകാരനാണ് ബൈജു. ചരിത്രത്തെ പറ്റിയ സംശയങ്ങളുണ്ടെന്ന് ചോദിക്കാം. ബൈജുവിന് തിരട്ടുമ്പനുണ്ട്, സംഭവങ്ങൾ വർഷവുമില്ല. എനിക്ക് സംഭവങ്ങൾ എനിക്കറിയാം, വർഷം ഓർക്കാൻ എനിക്ക് വലിയ പാടാണ്. ബൈജുവിന് ആ പാടില്ല. വിത്തിൻ സെക്കൻഡ്സ് ബൈജു വർഷം പറയും. അങ്ങനെയുള്ളൊരു അത് ചരിത്രത്തോടുള്ള അപ്രോച്ചിന്റെ പ്രശ്നമാണ്. അപ്രോച്ച് നമുക്ക് എല്ലാവർക്കും കാണും, പക്ഷെ ഇത്ര കൃത്യത, ആ കൃത്യത ബൈജുവിൻ്റെ ഒരു വലിയ കഴിവാണ്. അതൊരു പർപ്പസ്ഫുള്ളായ കൃത്യതയാണ്, ചുമ്മാതൊരു ഇതല്ല, പർപ്പസ്ഫുള്ളായ കൃത്യതയാണ് ബൈജുവിന്. അതിനെല്ലാമുള്ള രീതിയിൽ ബൈജു നമ്മുടെ സർഗ സാഹിത്യത്തിൻ്റെ രംഗത്ത് ഒന്നാം തരം രചനകൾ നൽകിക്കൊണ്ട് നമ്മളെല്ലാവരെയും ചിന്തിപ്പിച്ച, നമ്മളെല്ലാം സന്തോഷിപ്പിച്ച, നമ്മളെല്ലാം സങ്കടപ്പെടുത്തിയ, നമ്മളെല്ലാം ഒരുപാട് അടുപ്പിച്ച പലതിൻ്റെയും ചരിത്രകാരനാണ് ബൈജു. ബൈജു ഇനിയും ഒരുപാട് പുസ്തകങ്ങളുടെ കർത്താവായിട്ട് മാറും എന്ന് നിർബന്ധം എനിക്കുണ്ട്. മാറണം. ഭയങ്കര പടിയനാണ് ബൈജു, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, മാറിയേ തീരൂ. പിന്നെ ഞാൻ ഒരുപാട് പറയാൻ തുടങ്ങിയാൽ എനിക്ക് പേടിച്ചാകുന്നു. രാമൻകുട്ടിയേക്കാൾ തോന്നിയാലിപ്പോൾ കിട്ടി ചിലപ്പോൾ എന്നോട് പറയില്ല, എൻ്റെ ഭാര്യയെ വിളിച്ച് പറയും ഇതായി പോകാനാക്കിയത്. അതുകൊണ്ട് അതെല്ലാം ഓർത്തു കൊണ്ട് ഞാനിങ്ങനെ എന്നെ തന്നെ നിയന്ത്രിക്കുകയാണ്. ഇവിടെ പത്മനാഭന്റെ ജീവിതത്തകയാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. എനിക്കെല്ലാം സ്നേഹമുള്ള ആദരവുള്ള ഒരു വലിയ ചേച്ചിയാണ്. കലാകാരിയായാണ് സ്വന്തം നിലയ്ക്ക് ഏറ്റവും പ്രതിഭാശാലിയായ കലാകാരൻ്റെ ജീവിതം പങ്കിട്ടവരാണ്. പപ്പൻ്റെ അമ്മയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നമുക്കെല്ലാവർക്കും സ്നേഹവും ആദരവുമുള്ള ചേച്ചിയുടെ കയ്യിലേക്ക് പുസ്തകം ഏൽപ്പിക്കുമ്പോൾ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ജീവിതം പറയുന്ന പുസ്തകമായതുകൊണ്ടും ഇതിൻ്റെ കർത്താവ് ബൈജു ആയതുകൊണ്ടും എനിക്കുള്ള അഭിമാനബോധവും സന്തോഷവും വികാരവായ്പവും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പുറത്തിറക്കിയ സ്കൂൾ കയ്യെഴുത്ത് മാസികയാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ തൻ്റെ കലാപാടവം ആദ്യമായി പ്രകടിപ്പിച്ച പ്രസിദ്ധീകരണം. അന്നത്തെ ആ പത്രാധിപർ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ കളിക്കൂട്ടുകാരൻ, പ്രമുഖ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ ചവറ KS പിള്ള സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചു. ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ഓർമ്മ കൊണ്ട് പറഞ്ഞ വരകൾ ഇവിടെ പ്രകാശനം നിർവഹിക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത ആദരണീയനായ വിനയ വിശ്വം അവരുകൾ ഈ വേദിയിലെ അഭിബന്ധിരെ ഈ സ്നേഹ സംഘത്തിൻ്റെ മനസ്സുകളെ എന്നെ ഇപ്പോൾ ഇവിടെ ഈ അധ്യക്ഷ കസറിൽ ഇരുത്തിയത് ഒരു നിയന്ത്രണമെന്ന്. അപ്പം അതല്ലാതെ മറ്റൊരു സംസാരത്തിൻ്റെ രീതിയിലായിരുന്നെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉണ്ട്. അങ്ങനെ പറയാൻ ഒക്കാത്ത ഒരു വിലങ്ങാണ് ഈ അധ്യക്ഷ. എങ്കിലും അല്പം കുറച്ച് കാര്യങ്ങൾ ഓർമ്മകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗോപാൽ എൻ്റെ ബാല്യകാല സുഹൃത്ത് ചങ്ങാതി ആയിരുന്നു. ചവറയിലെ ഒരു മിഡിൽ സ്കൂളിലെ 6ാം ക്ലാസ്സിലെ ഒരു ബെഞ്ചിൽ ഞാൻ ഗോപാലിന്
ഒരു ഗോപിനാഥപിള്ള, ആൻഡ്രൂസ്, അങ്ങനെ 4 പേർ തൊട്ടടുത്തിരുന്ന് ക്ലാസ്സിലിരുന്ന് പഠിച്ച ആ ഒരു കാലം മുതലാണ് ഗോപാലൻ എന്ന സുഹൃത്തിനെ എനിക്ക് കിട്ടിയത്. അത് സ്നേഹസൗഹൃദത്തിൻ്റെ, ആത്മബന്ധത്തിൻ്റെ ഒരു തുടക്കമായിരുന്നു. ഞങ്ങൾ ഹൈസ്കൂൾ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞത്. അപ്പം അവിടെ ഗോപാലൻ്റെ അക്ഷരങ്ങളും വരകളും ആദ്യം ആകർഷിച്ചത് കുട്ടികളെയാണ്. ഒപ്പം പഠിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ അവരെല്ലാം ഓരോ ദിവസവും ഗോപാലൻ വന്നു കഴിഞ്ഞാൽ തിരക്കിട്ട് അവരുടെ ബുക്കിൽ പേരെഴുതിക്കുക, പടം വരപ്പിക്കുക, അങ്ങനെ ഒരു കുട്ടികളുടെ ഒരാരാധനാപാത്രം. അതൊരു ആരംഭമായിരുന്നു ഗോപാലൻ്റെ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് ഗോപാലൻ്റെ വരയും എഴുത്തും എല്ലാവരും ശ്രദ്ധിച്ചു തുടങ്ങിയത്. അന്ന് ഞങ്ങളുടെ ഹൈസ്കൂൾ ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് കൂടിയായിരുന്ന ദേവരാജൻ സാർ, പിന്നീട് അദ്ദേഹം ആകാശവാണിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ദേവരാജൻ സാർ ആണ് ഗോപാലൻ എന്ന വിദ്യാർത്ഥിയിലെ ചിത്രകാരനെ കണ്ടെത്തിയത്. അതിലൊരു പ്രോത്സാഹനത്തിൻ്റെ തുടക്കമായിരുന്നു. പക്ഷെ ഗോപാലൻ്റെ ഒരു പ്രത്യേകത അന്നും ഇന്നും, ഒരു തരത്തിൽ ഈ വേദിയിൽ ഞങ്ങളോടൊപ്പം ഗോപാലൻ ഇവിടെ ഇരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഗോപാലൻ ഇവിടെ വന്നിരുന്നില്ല എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ഗോപാലൻ അങ്ങനെ ഇരിക്കില്ല. അതാണ് ഗോപാലൻ്റെ പ്രത്യേകതകളിൽ ഒന്ന്, ഒഴിഞ്ഞു മാറുക. അതൊരു പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ്. ഈ ആൾക്കൂട്ടത്തിലെ അംഗീകാരങ്ങൾക്ക്, ആശംസയ്ക്ക് വേണ്ടി, പ്രശംസയ്ക്ക് വേണ്ടി നിന്ന് കൊടുക്കാത്ത ഒരു മനസ്സ് ഇന്നല്ല, ഗോപാലൻ്റെ കലാജീവിതത്തിൻ്റെ ആരംഭം മുതൽ ഉള്ളതാണ്. അതിന് വ്യത്യാസമുണ്ടായ സംഭവം പിന്നെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സ്കൂളിൽ ഞങ്ങൾ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ പ്രവർത്തകർ കൂടിയായിരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചവറയെ സംബന്ധിച്ച് അന്ന് ഏറ്റവും അംഗസംഖ്യ കുറഞ്ഞ വിദ്യാർത്ഥി സംഘടനയായിരുന്നു ASF. അന്നത്തെ അതൊന്നേ ഉള്ളത്. പക്ഷേ ഈ കയ്യെഴുത്ത് മാസിക കലാവേദി, ഗോപാലൻ്റെ വർണ്ണ ചിത്രങ്ങളും വരയും അക്ഷരങ്ങളും ഉള്ള ആ കലാവേദി കയ്യെഴുത്ത് മാസിക എല്ലാ ക്ലാസ് മുറികളിലൂടെയും കുട്ടികളുടെ വീടുകളിലൂടെയൊക്കെ സഞ്ചരിച്ച് വന്നപ്പോഴത്തേക്കും കുട്ടികൾക്കെല്ലാം ഏത് പാർട്ടിക്കാരനായാലും ഗോപാലന് ഇഷ്ടമാണ്. ആ ഇഷ്ടം കൊണ്ടാണ് അന്ന് വളരെ വാശിയേറിയ മത്സരം. കാരണം ASF ഒറ്റയ്ക്ക് മത്സരിക്കുകയും, അക്കാലത്ത് ഇത് വർണ്ണാസമരത്തിൻ്റെ പശ്ചാത്തലമുള്ള കാലമാണ്. AK ആൻ്റണിയുടെ വർണ്ണാസമരം. ആ കാലത്ത് മറ്റെല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്ന് എതിർത്ത ആ ഒരു മത്സരത്തിൽ കുട്ടികളെ കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ കഴിഞ്ഞത്, ASFിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് ഗോപാലൻ്റെ ഈ കലാവിധി കയ്യെഴുത്ത് മാസികയിൽ വരയും എഴുത്തും ആയിരുന്നു എന്നുള്ളത് ഒരു പരമാർത്ഥമാണ്. അതൊരു വലിയ ശക്തിയായിരുന്നു. അങ്ങനെയാണ് ഞാനന്ന് ആ സാഹിത്യ സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായി ജയിച്ചത്. അത് കഴിഞ്ഞ് മറ്റൊരു സംഭവം പെട്ടെന്ന്, ഞാൻ ഈ ഓർമ്മ പുസ്തകം ഒരുപാട് പേജുകളുണ്ട് എൻ്റെ ഓർമ്മ പുസ്തകത്തിന്. ആ പേജുകളെല്ലാം ഇവിടെ മറിക്കാൻ ഒരുങ്ങുന്നില്ല. പ്രധാനപ്പെട്ട ചില പേജുകൾ മാത്രം മറിക്കാനായി ശ്രമിക്കുന്നുള്ളൂ. ആ സന്ദർഭത്തിലാണ് ഈ സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി വയലാർ രാമവർമ്മയെ ക്ഷണിച്ച് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് അക്കാലത്ത് ചവറ ഹൈസ്കൂളിൽ വാർഷിക സമ്മേളനത്തിന് ക്ഷണിക്കപ്പെട്ട ഏത് സാഹിത്യകാരന്മാർ വന്നാലും, അത് തകഴിയായാലും K. ബാലകൃഷ്ണനായാലും കേശവദേവായാലും ആയിക്കോട്ടെ, ഈ M. കൃഷ്ണനായർ സാറ്, വനൂർ സാറ്, ഇങ്ങനെ വന്നിട്ടുള്ളവരെല്ലാം
അവരെ പ്രസംഗിക്കുന്നതിന് മുമ്പ് ആദ്യം കാണുന്ന ഈ കലാവിധി കൈഴുത്തുമാസിയെ പറ്റി കുറച്ച് വാക്കുകൾ പറയാതെ ഗോപാലിനെ കാണാൻ ആഗ്രഹിക്കാതെ ഇരുന്നിട്ടില്ല. പക്ഷെ ഗോപാലിനെ അവർന്ന് ആർക്കും നേരിട്ട് കാണാൻ ഈ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതാണ് വേറെ കാര്യം. പക്ഷെ ഒരാളിന് കഴിഞ്ഞു. ഈ കൂട്ടത്തിൽ വയലാർ രാമവർമ്മയ്ക്ക് അത് കഴിഞ്ഞു കാണിക്കുകയാണ്. കാരണം വയലാർ രാമവർമ്മ എന്ന് കാണാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ കൈഴുത്തുമാസം മറിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഈ ചിത്രകാരൻ ആരാണ് എന്ന് അന്വേഷിച്ചു. അപ്പം മാഷും ഒരു സാറന്മാരൊക്കെ ഞങ്ങളൊക്കെ തന്നെ ഗോപാലിനെ തിരക്കുകയാണ്. പക്ഷെ അവിടെ കാണത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഗോപാലൻ സ്ഥലത്തുണ്ട്, പക്ഷേ വെളിപ്പെടാതെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ അന്ന് മാഷുമാർ സാറുമാർ ശക്തമായി ഗോപാലിനെ വയലാറിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. അന്ന് ആ നിമിഷം നമ്മുടെ കവി സ്വന്തം പോക്കറ്റിരുന്ന പേന എടുത്ത് ഗോപാലിൻ്റെ പോക്കറ്റിൽ കുത്തി കൊടുത്തു. ആർട്ടിസ്റ്റ് ഗോപാലിന് കിട്ടുന്ന ആദ്യത്തെ അംഗീകാരം ആണ് വയലാർ രാമവർമ്മ പോക്കറ്റിൽ നിക്ഷേപിച്ച കുത്തി കൊടുത്ത ഈ പേന. മറക്കാനാവാത്ത ഒരു വലിയ സംഭവം. അപ്പം അങ്ങനെ സ്കൂൾ വണ്ണാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴേ പിന്നീട് ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ഓരോ തുടർച്ചയായിട്ട് ചാടി പോവുകയാണ്. അങ്ങനെ മറ്റൊരു രംഗം അതെന്നെ കൂടെ ബാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഇന്ന് കവിതയുടെ രംഗത്തും ഒക്കെ സാംസ്കാരിക രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. അപ്പം ആ രീതിയിൽ ഈ ആരംഭം മുതൽ ഗോപാലിനോടൊപ്പം സഞ്ചരിച്ച ആ കാലം മുതൽ ഇപ്പം വരെ ഞങ്ങളുടെ ആ ഊഷ്മളമായ ആത്മബന്ധവും സൗഹാർദ്ദവും ഒരു മങ്ങലും ഏൽക്കാതെ അതൊരു ശക്തിയാണ്. ബാലസാഹിത്യം കുട്ടികൾക്ക് വേണ്ടി എഴുതാത്ത എന്നെ കൊണ്ട് കുട്ടികൾക്ക് വേണ്ടി കവിത എഴുതിപ്പിച്ച് ഗോപാലനാണ്. കഥ എഴുതാത്ത എന്നെ കൊണ്ട് കഥ എഴുതിപ്പിച്ച് ഗോപാലനാണ്. അങ്ങനെ ആ രംഗത്തൊക്കെ ഒരുപാട് പരിചയങ്ങൾ എനിക്ക് പിന്നീട് ജനയുമായിട്ടുള്ള പരിചയങ്ങൾ, അതുപോലെ മറ്റ് കേരള ശബ്ദം, ഈ എല്ലാ പരിചയ തലങ്ങളിലുമൊക്കെ ഗോപാലൻ എൻ്റെ ഒരു ശക്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള ആ യാത്രയിൽ ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ ഉണ്ട്. ഈ ജനയുഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് പ്രത്യേകിച്ച് ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. കാരണം ആരംഭത്തിൽ ഇവിടെ സൂചിപ്പിച്ചപോലെ KS ചന്ദ്രൻ സാറ് ഇവിടെ ഇതിനെല്ലാം കാരണക്കാരനായ ബൈജു ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്. എനിക്കും ഒരുപാട് സ്നേഹം തന്ന ഒരു എഴുത്തുകാരനും പത്രാധിപരും വാഗ്മിയും എല്ലാമാണ് ചന്ദ്രൻ സാറ്. അദ്ദേഹത്തിൻ്റെ സ്നേഹവാത്സല്യങ്ങൾ ആണ് വേണ്ടോളം ആരംഭത്തിൽ ഗോപാലിനെ കിട്ടിയതായിട്ട് ഇവിടെ സൂചിപ്പിച്ചു. ആ തുടർച്ചയിൽ അതിന് അന്ന് തുടങ്ങിയ BP നാരിയേട്ടനെ പറ്റിയൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ആ കാര്യം കടക്കുന്നില്ല. അതിന് ശേഷമാണ് കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ ബന്ധത്തിന് ശേഷമാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ കാമ്പിശ്ശേരി പത്രാവലി ജനയുഗത്തിലേക്ക് ഗോപാലൻ വരുന്നത്. അതൊരു കാമ്പിശ്ശേരിയും ആർട്ടിസ്റ്റ് ഗോപാലിനുള്ള ബന്ധം ഒരു പത്രാധിപരും ചിത്രകാരനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല ഒരിക്കലും. അതിലൊക്കെ ഉപരി അവർ തമ്മിൽ ഒരു വലിയ എന്തെന്ന് നിർവഹിക്കാൻ കഴിയാത്ത ഒരു ആത്മബന്ധം. ഗോപാലിന് അതിരറ്റ ബഹുമാനം, ആദരവ്. അത് മറ്റൊരാളൊന്നും ഗോപാലൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുമില്ല. കാമ്പിശ്ശേരി എന്ന പത്രാധിപരോട് ഗോപാലൻ പുറത്തിയിട്ടുള്ള ആദരവ്, സ്നേഹാദരവ് ഗോപാൽ മറ്റൊരാളോട് പ്രകടിപ്പിച്ചുള്ളതായിട്ടും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഒരു ആത്മബന്ധം, അത് കാമ്പിശ്ശേരിക്കാലം എന്ന് പറയുന്ന ആ കാലം ജനകീയത്തിൻ്റെ സുവർണകാലം. ഇവിടെ നേരത്തെ സ്വീകരിച്ച ബംഗാൾ കഥകളും വിമനത്തിൻ്റെ കഥകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന എന്നല്ല ഒരുപടി എഴുത്തുകാർ. ചില എഴുത്തുകാർ കാമ്പിശ്ശേരിയെ കാണാൻ ചെന്നാൽ അവരെ പറഞ്ഞു വിടുന്നത് ഗോപാലിൻ്റെ അടുത്തേക്കാണ്. ഗോപാലൻ തിരുവനന്തപുരത്ത് അയ്യർ പ്രസ് റോഡിൽ അയ്യർ ബിൽഡിങ്ങിൽ താമസിക്കുന്നത്. എന്നുവെച്ചാൽ ഗോപാലൻ വരയ്ക്കുന്ന ചിത്രങ്ങൾ കൊണ്ടൊരു കഥയോ കവിതയോ പ്രതിനിധീകരിച്ച് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു എഴുത്തുകാർ ആ കാലത്ത്
വളരെ അപൂർവമാണ്. കാര്യം അത്രമാത്രം അവിടെ കവിതയ്ക്കും കഥയ്ക്കും ഒക്കെ അച്ചടിച്ച് വരുമ്പോൾ വായനക്കാരെ കൂടുതൽ ആകർഷിക്കാനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ശക്തി ഗോപാലൻ്റെ വരയ്ക്കും എഴുത്തിനും ഉണ്ടെന്നുള്ളതിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനൊരു സന്ദർഭത്തിലാണ് ഞാൻ ശ്രീമതി ഇവിടെ ഹസ്ബൻഡ് പത്മരാജനെ ആദ്യമായിട്ട് കാണുന്നത്. കാമ്പിശ്ശേരി പറഞ്ഞയച്ചതാണ് പത്മരാജനെ ഗോപാലനെ കാണാൻ, പരിചയപ്പെടാൻ. അന്ന് പത്മരാജൻ ആകാശവാണിയിൽ അത് നിയമനം കിട്ടി തിരുവനന്തപുരത്ത് വന്ന സ്ഥലമാണത്. അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കും എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ആ കാലത്ത്. അതുപോലെ പല എഴുത്തുകാരും ഗോപാലനെ കാണുകയും സ്നേഹിക്കുകയും അതൊരു സർഗപരമായ ഒരു ബന്ധം ആ രീതിയിൽ വന്ന ആ കാലത്ത് ജനയുഗത്തിൻ്റെ വളരെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഞാൻ ആവർത്തിക്കുന്നില്ല, എത്രയോ പ്രസിദ്ധീകരണങ്ങൾ കാമ്പിശ്ശേരിയുടെ കാലത്ത്. ജനയും വാരിക വരുന്ന ഓരോ ലക്കവും കാത്തിരുന്ന് വാങ്ങി വായിച്ച വായനക്കാരുടെ ഒരു തലമുറ, ഒരു കാലം അന്നുണ്ടായിരുന്നു. ഇത് പറയുമ്പോൾ ഇതിൻ്റെ കൂട്ടായ്മയിൽ ഗോപാലന് നല്ലൊരു പങ്കുണ്ട്. ഈ ചിത്രകാരന് അക്കാര്യത്തിൽ വലിയ ഒരു പങ്കുണ്ട്. ഇപ്പം ജനയുഗത്തിൻ്റെ ഇന്നിപ്പോൾ ഉള്ള PS സുരേഷ്, പിന്നെ സതീശൻ ഉള്ള എൻ്റെ മിത്രങ്ങൾ കൂടി ഈ കൂടി ഇരിപ്പുണ്ട്. അവർക്കെല്ലാം അറിയാം ഇത്. റാഫിക്കറിയാം കാര്യങ്ങൾ, ഉഷ ടീച്ചർക്കറിയാം, അപ്പം എല്ലാവർക്കും അറിയാം. അപ്പം അത് ജനയുഗത്തിൻ്റെ ആ കാലത്തിൻ്റെ ശക്തിക്ക് ഒരു കാരണക്കാരൻ ഗോപാലനും ഗോപാലൻ്റെ ചിത്രങ്ങളും കൂടിയാണ് എന്നും കൂടി ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ കൂടി പറഞ്ഞു പോയാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു നിയന്ത്രണമില്ലാത്ത പോകും. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, വയലാർ രാമവർമ്മ ആദ്യമായിട്ട് ഗോപാലൻ്റെ വരകളും ചിത്രങ്ങളിട്ട് പേന കുത്തിയത്. ആ കവി നമ്മെ വിട്ടുപോകുന്നതിന് മുമ്പ് ഏറ്റവും ഒടുവിൽ കവിക്ക് കാണാൻ കഴിഞ്ഞ അന്നത്തെ ജനകം ഓണം വിശേഷപ്രതി വയലാർ മരിക്കുന്നതിന് കുറച്ച് മുമ്പ് അക്കാലത്തിറങ്ങിയ ജനയുഗത്തിൻ്റെ ഓണ വിശേഷപ്രതി കണ്ടുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിയത്. ആ കാഴ്ചയിൽ അദ്ദേഹം ശ്രദ്ധിച്ച് കണ്ടത് അദ്ദേഹത്തിൻ്റെ വൃക്ഷം എന്ന കവിത എത്രയോ മനോഹരമായിട്ട് ഗോപാലൻ ജനയം ഓണവിശേഷ താളുകളിൽ വരഞ്ഞിട്ടിരിക്കുന്നു. അത് കണ്ടിട്ടാണ് കവി മടങ്ങിയത്. ഇങ്ങനെ പറഞ്ഞു വന്നാൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഞാൻ ചുരുക്കുകയാണ്. കാരണം ഇനി എത്രയോ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഞാൻ പറഞ്ഞത് ഗോപാലൻ ഒരു ഒറ്റപ്പെട്ട വ്യക്തിത്വമാണ്. വരകളും വർണ്ണങ്ങളും കൊണ്ട് കവിത എഴുതിയ ഒരു കവി മനസ്സാണ് ഗോപാലൻ്റേത്, ആ ചിത്രകാരൻ്റേത്. അത് അനശ്വരമാണത്. ഗോപാലനെ ആദരിക്കാനും ഒരിക്കലും എന്നോട് പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥനും കൂടിയായ ON കുറിച്ച് ചോദിച്ചു, എന്തുകൊണ്ട് ഗോപാലനെ പോലുള്ള ഒരാളിനെ സഭയിൽ വിളിച്ച് നിങ്ങൾ ആദരിക്കുന്നില്ല എന്ന് ചോദിച്ചു. ആരും ക്ഷണിക്കാഞ്ഞിട്ടില്ല. ചവറ വികാസ് എത്രയോ പ്രാവശ്യം, വികാസിൻ്റെ ബാബു ഇവിടുണ്ട്, ഗോപാലനെ നിർബന്ധിച്ചിരിക്കുന്നു, ഞാൻ നിർബന്ധിച്ചിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ചവറയിലെ ONV ലൈബ്രറി ഗോപാലിന് പുരസ്കാരം കൊടുത്ത് ആദരിക്കാൻ ക്ഷണിച്ചു. ഗോപാലൻ ഒഴിഞ്ഞു മാറുന്ന എനിക്കറിയാം. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറുന്ന തെറ്റ് വേറെ കാര്യം. പക്ഷെ ഗോപാലിനെ സംബന്ധിച്ച് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. എന്നാൽ നമ്മോടൊപ്പം എല്ലാത്തിനുമുണ്ട്. അപ്പം ഗോപാലൻ്റെ സർഗശക്തിക്കും എല്ലാം പിൻബലം നൽകുന്ന ബീന കുടുംബാംഗങ്ങളോട് ഇരിപ്പുണ്ട്, സഹധർമ്മിണി, മറ്റു ബന്ധുക്കളൊക്കെ. ഇവരെല്ലാം ഞാൻ സ്നേഹപൂർവ്വം കണ്ടുകൊണ്ടും പറഞ്ഞുകൊണ്ടും അധികം നീർപ്പിക്കാതെ ഈ അധ്യക്ഷ പതിയുടെ മാന്യത ഓർത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഗോപാലിന് എല്ലാ ഭാവങ്ങളും നന്മകളും ഇനിയും ഉണ്ടാകട്ടെ, ഇനി യാത്ര തുടരട്ടെ ഗോപാലൻ എന്ന ആശംസ കൊണ്ട് നിർത്തുന്നു. നന്ദി. 1960-കൾ തൊട്ട് 90-കൾ വരെ
മലയാളത്തിലെ വിഖ്യാത കഥകൾക്കും നോവലുകൾക്കുമൊക്കെ ആർട്ടിസ്റ്റ് ഗോപാലൻ ഒരുക്കിയ ചിത്രങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന സവിശേഷ ഭംഗിയുള്ള ചിത്രങ്ങളാണ് പി പത്മരാജന്റെ രചനകൾക്ക് വേണ്ടി അദ്ദേഹം വരച്ചത്. അപൂർവ സുന്ദരമായ ഒരു ആത്മബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത്. നമ്മോട് സംസാരിക്കുവാനായി ശ്രീമതി രാധാലക്ഷ്മി പത്മരാജൻ മാമിനെ സാദരം ക്ഷണിച്ചുകൊള്ളും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാനല്ല ഇവിടെ നിൽക്കേണ്ടിയിരുന്നത്. നിൽക്കേണ്ടയാൾ 35 വർഷത്തിന് മുൻപ് എല്ലാവരെയോടും യാത്ര പറയാതെ അങ്ങ് പോയി. പിന്നെ പകരക്കാരിയായി ഇവിടെ നിൽക്കുക എന്നുള്ളത് വല്ലാത്ത ദുഃഖം തരുന്നൊരു സംഗതിയാണെങ്കിലും പത്മരാജൻ എന്ന എഴുത്തുകാരനെ വളർത്തിക്കൊണ്ടുവന്ന, കൊല്ലത്തിൽ നിന്ന് ഇറങ്ങുന്ന ജനയുഗം മുതൽ കേരള ശബ്ദം, മലയാളനാട്, കുങ്കുമം തുടങ്ങിയ എല്ലാ വാരികകളിലും എഴുതിയാണ് പത്മരാജൻ എന്ന എഴുത്തുകാരൻ വളർന്നു വന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ മുതൽ പലതും പ്രസിദ്ധീകരിച്ചത് കൊല്ലത്തു നിന്നിറങ്ങുന്ന മാസികകളും വാരികകളും ഒക്കെയായിരുന്നു. അതുകൊണ്ട് തന്നെ കൊല്ലത്തിനെ മറന്നിട്ട് ഒരിക്കലും പത്മരാജൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ നിൽക്കാനാവില്ല. ആ കൊല്ലക്കാർക്കും അദ്ദേഹത്തെ വളർത്തിയെടുത്ത എല്ലാ ആളുകൾക്കും ഞാൻ എത്ര പേർ ഇപ്പോൾ അദ്ദേഹത്തിന് വളർത്തിയെടുത്തവരിൽ എത്ര പേർ ജീവനോടെ ഉണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും ഉള്ളവർക്കും ഉള്ളവരുടെ കുടുംബങ്ങൾക്കും എല്ലാം ആദ്യം തന്നെ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഗോപാലനെ കുറിച്ച് പറയുമ്പോൾ ആർട്ടിസ്റ്റ് ഗോപാലൻ എന്നല്ലാതെ വെറും ഗോപാലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആർട്ടിസ്റ്റ് ആണ് അദ്ദേഹം, ശരിയായ ആർട്ടിസ്റ്റ്. ഒരുപാട് കാലം പത്മരാജനും ഗോപാലനും ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട്. 1965 ആകാശവാണിയിലെ ഒരു ശബ്ദമായി ഞാൻ മാറിയപ്പോൾ അവിടെ വന്നു ചേർന്ന ആളാണ് പത്മരാജൻ. ഞങ്ങളുടെ അടുപ്പം പ്രേമത്തിലേക്ക് മാറിയതറിഞ്ഞ് യാഥാസ്ഥിതിക കുടുംബത്തിലെ അംഗമായ എന്നെ ഇനി ജോലി ചെയ്തത് മതി, വീട്ടിൽ പോയിരുന്നോളൂ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ജോലി റിസൈൻ ചെയ്ത് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടല്ല, കാണാതെയാണ് ആ ബന്ധം വളർന്നത്. 70 വരെ നീണ്ടുന്നു. പ്രേമലേഖനങ്ങളിലൂടെ ഞങ്ങളുടെ ബന്ധം തഴച്ചു വളർന്നു. ആ കാലത്താണ് ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം പത്മരാജനോടൊപ്പം താമസിച്ചിരുന്നു എന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചില്ല. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തു. പത്മരാജൻ്റെ പെങ്ങൾ, ഏറ്റവും വലിയ സഹോദരി പത്മപ്രഭ കൊല്ലത്ത് പഠിക്കുന്ന സമയമാണ്. ഗോപാലനും പത്മരാജൻ്റെ പെങ്ങളെ കാണണം, പെങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് ഒരു സാരി വാങ്ങിച്ചു കൊണ്ടുപോയി അവസാനം അവർക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ഒരു കഥയുണ്ട്. അത് ഞാൻ ഇന്ന് ഗോപാലിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓർത്ത ആദ്യത്തെ കാര്യം അതാണ്. ആ സഹോദരി തൊട്ടടുത്ത് തന്നെയാണ്, ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ താങ്ങാണ് ആ സഹോദരി. പിന്നീട് ഞാൻ ഓർത്തത്, ഇവർ ഒരിക്കൽ ബോഡിനായിക്ക് എന്നവരാണോ എന്നെനിക്ക് ഓർമ്മയില്ല സ്ഥലത്തിൻ്റെ പേര്, ഏതോ ഒരു കാട്ടിൽ കൂടി നടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ഈ ഗോപാലനുണ്ട്, വേറെ ആരൊക്കെയാണ് കൂടെ, വിതിര ബേബി ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയാണ് കൂടെ ഉള്ളത് എന്ന്. അദ്ദേഹത്തിൻ്റെ കാലിൽ, ഗോപാലിൻ്റെ കാലിൽ എന്തോ കടിച്ചു. അപ്പോൾ എല്ലാവരും കൂടി, അല്ലെങ്കിൽ ഗോപാലനൊരു പാവം മനുഷ്യനാണ്, വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും മനസ്സ് വളരെ 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 ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മനസ്സുള്ള ആളാണ്. അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത് പാമ്പാണ് എന്ന് അത് അറിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം മോഹാത്സ്യപ്പെട്ട് വീണ് കാണും. ഒടുവ് എല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ തൂക്കി ആ കാട്ടുപ്രദേശത്ത് നിന്ന് നടന്നൊരു കാര്യം പറഞ്ഞത്. ഇതെല്ലാം 70-ന് മുമ്പ്, 65-നും 70-നും ഇടയ്ക്കുള്ള സമയത്ത് അദ്ദേഹം എനിക്ക് എഴുതിക്കൊണ്ടിരുന്ന കത്തുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതുപോലെ ഒരുപാട് കഥകൾ അദ്ദേഹം ഗോപാലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ വളരെ അധിക അടുപ്പം തോന്നിയ ഒരു സഹോദരനാണ് ഗോപാലൻ. ഈ ഗോപാലിനെ കാണണം എന്ന ആഗ്രഹമുണ്ട്. ഒരിക്കലും ഒരു പടം കാണാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? ഈ പറഞ്ഞ പോലെ ഒളിഞ്ഞിരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഒരിക്കലും വെളിച്ചത്ത് വരാൻ ആഗ്രഹിച്ചില്ല. അത് വെളിച്ചത്ത് അദ്ദേഹത്തിൻ്റെ വരകൾ മാത്രം വെളിച്ചത്ത് വന്നാൽ മതി, ഞാനല്ല, എൻ്റെ ജോലിയാണ് വലുത് എന്ന് കരുതിയ മനുഷ്യനാണ്. ഇപ്പോഴും എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതിൻ്റെ ഇടയിൽ കാണുന്നില്ല. അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാൻ വരെ മടിയാണ് എന്നുള്ളത് ഒരു വല്ലാത്ത എനിക്ക് തോന്നുന്നത് വേറെ ആരും ഇങ്ങനെ കാണില്ലെന്നാണ്. എല്ലാവർക്കും അവനവനെ കുറിച്ചൊരു പുസ്തകം വരുമ്പോൾ, അല്ലെങ്കിൽ അവനവൻ രചിച്ച ഒരു പുസ്തകത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ സ്റ്റേജിലൊന്ന് കയറിയാൽ കൊള്ളാം എന്നാഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഗോപാലിനെ പോലെ ഗോപാലൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തെ ഇപ്പോഴും ഈ തിരക്കിനിടയിൽ എവിടെയും എനിക്ക് കാണാൻ പറ്റുന്നില്ല. തൻ്റെ ജോലിക്ക് അത്രയും, തൻ്റെ വരകളോട് അത്രയും സ്നേഹവും ബഹുമാനവും എല്ലാമുള്ള ആ മനുഷ്യന് എല്ലാ നന്മകളും ഞാൻ നേരുകയാണ്. വീണ്ടും വീണ്ടും ഈ പറഞ്ഞ പോലെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അദ്ദേഹത്തിൻ്റെ വരകൾ എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനും ഉള്ള അവസരമുണ്ടാവട്ടെ. കൂടുതൽ കൂടുതൽ വരയ്ക്കാൻ അദ്ദേഹത്തിന് യോഗമുണ്ടാവട്ടെ. ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, സവിശേഷമായ ആഖ്യാന പാടവം കൊണ്ട് ശ്രദ്ധേയനായ പ്രശസ്ത എഴുത്തുകാരനായാണ് ശ്രീ GR ഇന്ദുഗോപൻ. നല്ലൊരു വായനക്കാരൻ കൂടിയായ ശ്രീ ഇന്ദുഗോപനെ ഓർമ്മകൾ കൊണ്ട് വരഞ്ഞ വരകൾ എന്ന ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ പങ്കുവയ്ക്കുവാനായി സാദരം ക്ഷണിച്ചുകൊള്ളും. പുസ്തകമായിട്ടുള്ള എൻ്റെ പ്രധാന ബന്ധം, ഞാനൊരു കൊല്ലംകാരനാണ് എന്നുള്ളതാണ്. ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന പല ആൾക്കാരും ഞാനുമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഉത്തര ഘട്ടത്തിൽ കടന്നുപോയ ആൾക്കാർ ഒരുപാട് പേര് ഉണ്ട്. ബൈചേട്ടൻ ഈ പുസ്തകം മാധ്യമം വാർഷികപ്പതിപ്പിലാണ്, 2024 വാർഷികപ്പതിപ്പിലാണ് ആദ്യമായിട്ട് ഇത് അച്ചടിച്ച് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ സാമാന്യതയിൽ ബൈചേട്ടൻ എഴുതിയ എല്ലാ കാര്യങ്ങളും, വിളി കുറവാണെങ്കിലും എഴുതിയ എല്ലാ സംഗതികളും വായിക്കാറുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ജോലിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എടുത്തിട്ടുള്ള ഒരു 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 പെയിൻ, ഈ പറഞ്ഞ കണക്കുള്ളൊരു സാംസ്കാരിക ചരിത്രം, പ്രത്യേകിച്ച് KPSC ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായ, അല്ലെങ്കിൽ ഈ 60-കളുടെ 70-കളുടെയൊക്കെ പത്രജീവിതമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിൽ ഞങ്ങൾ പിന്നൊരു കല്യാണത്തിന് വെച്ച് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഇതാണ് സാക്ഷാൽ ആർട്ടിസ്റ്റ് ഗോപാലൻ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ വെച്ച് പരിചയപ്പെടുകയും ഒക്കെ ചെയ്തായിരുന്നു. വളരെ സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് എന്നുള്ളത് നമ്മളിത് ഇവിടെ വെച്ച് നമ്മൾ സംസാരിച്ചു. അദ്ദേഹം ഒരു 60-കളിൽ മുതൽ ഒരാർട്ടിസ്റ്റായിട്ട് രൂപകൽപ്പന ചെയ്യപ്പെട്ടതിൻ്റെ ഓർമ്മകളാണ് സത്യത്തിൽ ഈ പുസ്തകം. ഇതൊരു മനോഹരമായ ഒരു കോഫി ടേബിൾ ബുക്ക് പോലാണ് വച്ചിരിക്കുന്നത്. ഇതിൻ്റെ തലക്കെട്ട് എഴുതിയിരിക്കുന്നത് കാലിഗ്രാഫി, അത് ശ്രീ ആർട്ടിസ്റ്റ് ഭട്ടതിരിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു തൻ്റെ മുമ്പേ നടന്നുപോയ ഒരാളോടുള്ള സവിശേഷമായ സ്നേഹം കൊണ്ട് വരഞ്ഞ വരകളാണിത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വളരെയേറെ ചിത്രങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് എനിക്കിതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഈ വര എന്ന് പറയുന്ന ഉദ്യോഗം ഏത് തലങ്ങളിലേക്ക് ഉപയോഗിക്കാൻ സാധ്യമായ ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളത്. ഇപ്പം നമ്മളിതിൻ്റെ അകത്ത് പിന്നീട് പറഞ്ഞല്ലോ, ഇലിസ്ട്രേഷൻ എന്ന് പറഞ്ഞപ്പോൾ ബാലപ്രസിദ്ധീകരണങ്ങളിൽ എഴുതാനായിട്ടും വളരെ ഗൗരവപരമായ ചിത്രീകരണങ്ങളിലാവട്ടെ, പരസ്യകലകളിലാവട്ടെ തുടങ്ങി, പിന്നീട് അദ്ദേഹം ഈ കയറുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള ചിത്രങ്ങൾ അത് വെച്ചുള്ള പിന്നെ
ഇപ്പം നമ്മുടെ ഈ ഇൻസ്റ്റലേഷൻ എന്നൊക്കെ പറയുന്ന പോലുള്ള സംഗതികൾ, അങ്ങനെ ഈ ചിത്രകലയുടെ വിവിധ ഘട്ടങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞ ഒരാളെന്നുള്ളൊരു സവിശേഷത അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അവരുടെ ആദ്യം കേരള രാജ്യത്തിലായിരുന്നു, ഉണ്ണിച്ചക്കം വീട്ടുകാരുടെ കേരള രാജ്യത്തിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് തുടങ്ങി. അവിടെ നിന്ന് പിന്നീട് വി.പി. നായരുടെ കേരള ശബ്ദത്തിലേക്ക് പോകുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ അത് ഈ പുസ്തകത്തിൽ ചേട്ടൻ വളരെ വളരെ ദൃശ്യപരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ജീപ്പിൽ വി.പി. നായർ വരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ടിട്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ട് പോയി ഈ ബേജേട്ടൻ്റെ അച്ഛൻ്റെ ശ്രീ കെ ശശീന്ദ്രൻ്റെ പക്കലേക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ബോട്ടിയെ യങ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് എത്തുന്ന ഒരു രംഗം. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് കൃഷ്ണസ്വാമി റെഡ്ഡിയാറുടെ പ്രസിദ്ധീകരണശാലയിലേക്ക് പോകുന്നു. പിൻകാലത്ത് വി.പി. നായരുടെ കേരള ശബ്ദം കൃഷ്ണസ്വാമി റെഡ്ഡിയാറാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്തും പിന്നീട് ജനൈകത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലും വളരെ വൈകാരികമായ മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ ഒരു 10,000 രൂപ എടുത്തു കൊടുത്തിട്ടാണ് വിനോദ് സഖാവ് പറഞ്ഞതിന് 60 രൂപ ശമ്പളം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് 10,000 രൂപ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ എടുത്തു കൊടുത്തൊരു ജനകീയത്തിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ജനകീയത്തിൽ മാത്രമായി വരയ്ക്കേണ്ടതായിട്ട് വരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹം 10,000 രൂപ എടുത്തു കൊടുത്ത് പോരുതെന്ന് പറയുന്ന സന്ദർഭങ്ങളുണ്ട്. ജനകീയത്തിൽ സ്ഥിരം സ്റ്റാഫ് ആർട്ടിസ്റ്റായിട്ട് പോകുന്ന അവിടുന്ന് സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് പോകുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ കാമ്പിശ്ശേരിയോടായിരുന്നു ശ്രീ ആർട്ടിസ്റ്റ് ഗോപാലന് ഏറ്റവും അധികം സ്നേഹം ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു പത്രപ്രവർത്തന മികവ് പിൻകാലത്ത് നമ്മൾ മനസ്സിലാക്കി നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറ്റാരെയും കൂസാത്ത ശ്രീ ആർട്ടിസ്റ്റ് ഗോപാലൻ അദ്ദേഹത്തിനോടുള്ളൊരു സമീപനം എന്തായിരുന്നുള്ളത് മനസ്സിലാക്കുമായിരുന്നു. എനിക്ക് ചില സന്ദർഭങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഞാൻ കൊല്ലത്ത് തന്നെയുള്ള ഒരു കള്ളൻ്റെ ജീവചരിത്രം എഴുതിയിട്ട് അത് അന്നത്തെ കാലത്ത് ഇപ്പോഴും അത് വളരെ ഒരു ബെസ്റ്റ് സെല്ലർ എന്നുള്ള ശ്രേണിയിലേക്ക് ആ പുസ്തകം മാറിയ സമയത്ത് ജനകീയത്തിൽ തന്നെ ഈ പുസ്തകത്തിൽ തന്നെ പരാമർശിക്കുന്ന ജനകീയത്തിൻ്റെ 2ാം തലമുറയിൽ പിന്നീട് വരുന്ന ആൾക്കാരുമായിട്ടുള്ള എല്ലാവരുമായിട്ടും എനിക്ക് അത്യാവശ്യം ധാരണയും അടുപ്പവും ഉണ്ടായിട്ടുണ്ട്. അതിപ്പം കോഴിശ്ശേരി ലക്ഷ്മണൻ സാറ് മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള എല്ലാവരും. അപ്പം അതിൽ ഈ ജനകത്തിൻ്റെ ഭാണ്ഡം അല്ലെങ്കിൽ എന്താ അതിൻ്റെ ഒരു ചരിത്രം ഇപ്പം സംരക്ഷിച്ച് വെക്കുന്ന ഒരാളെന്ന് പറയുന്നത് സുരേഷ് ചേട്ടനാണ്. ഇപ്പോഴും അവിടെ ഞാനും അന്ന് മനോരമയ്ക്ക് വേണ്ടി ഈ ശൂരനാട് വിപ്ലവത്തിൻ്റെ 50ാം വർഷം ഞാൻ 2 ദിവസം അവിടെ താമസിച്ച് പോയി വന്നപ്പോഴും ഞാൻ ആശ്രയിച്ചത് സുരേഷ് ചേട്ടനായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ഈ പല വരകൾ ഇത് ചെയ്യാനെല്ലാം ചെയ്തതും ജനകീയത്തിൻ്റെ ആർക്കൈവ് അത് ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പല കാലം കൂട്ടിക്കിടന്നിട്ട് പോലും അത് ആ ചരിത്രത്തെ സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു കാര്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വരകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞത്. പ്രത്യേകിച്ച് തോപ്പിൽ വാസിയുടെ മരുമകൾ സരസ്വതിയുടെ പാമ്പ് കടിയേറ്റ് മരിച്ച സരസ്വതിയുടെയൊക്കെ ചിത്രം അദ്ദേഹം വരച്ചതൊക്കെ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ആ കള്ളൻ്റെ കഥ പറയുന്ന സന്ദർഭം എന്ന് പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അപ്പം ഞാൻ ഈ കള്ളൻ്റെ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ജനകീയത്തിനുണ്ടായിരുന്ന എൻ്റെ കുടുംബക്കാരൻ കൂടിയായിരുന്ന ശ്രീ CR രാമേന്ദ്രൻ എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നീ ഇങ്ങനെ ഈ പുസ്തകമൊക്കെ എഴുതി 5-6 പേര് വായിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇത് മലയാളത്തിലെ ആദ്യത്തെ ഒരു കള്ളൻ്റെ ആത്മകഥയാണ് അല്ല ജീവചരിത്രമാണെന്നോ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളടുത്ത് പണ്ടേ ഇത്തരം കഥകൾ പ്രസിദ്ധപ്പെടുത്തിയായിരുന്നു. അപ്പം എങ്ങനെയാണെന്ന് വെച്ചപ്പം കരുനാഗപ്പള്ളിക്കാരനായ ഒരു മൂസ് എന്ന് പറഞ്ഞിട്ടുള്ള മൂസയാണ്. പിന്നെ മൂസിൻ്റെ ജീവചരിത്രം അന്ന് കാമ്പിശ്ശേരി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത്
താമസിക്കാതെ നിങ്ങൾക്ക് ആർക്കും വായിക്കാമെന്ന് തോന്നുന്നു. പിന്നീട് അത് ആരോ അത് പുസ്തകമാകാനുള്ള സാധ്യതകളുണ്ട്. സുരേഷ് ചേട്ടൻ്റെ നിന്ന് ചോദിച്ചത് എടുത്തിട്ട് പോയിട്ടുണ്ട്. കുറേ അധ്യായങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അന്നത്തെ ഒരു പത്രപ്രവർത്തന രീതിയിലെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ആലോചിക്കാൻ പോലും പോകാത്ത മട്ടില്ല. എന്ന് വെച്ചാൽ ഈ കളവ് നടന്ന വീട്ടിൽ മൂസിനെ കൊണ്ടുപോയിട്ട് ആ വീടിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയായിരുന്നു അന്ന് ശ്രീ അമ്പിശ്ശേരി അത് പ്രസിദ്ധപ്പെടുത്തി. അതെന്നൊക്കെ വെച്ചാൽ അതിനൊന്നും പിന്നീട് അതിന് പിന്നീട് അതിനൊന്ന് ആവർത്തിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ള ഒരു മുൻഗാമികളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഞാനൊക്കെ അവിടെ കൊല്ലത്ത് പത്രപ്രവർത്തനം എന്നോട് തുടങ്ങിയത്. രവി സാറ്, ആര്യോട് സാർ, ഇവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന വലിയ അടുപ്പങ്ങൾ പിൻകാലത്തുണ്ടായിരുന്നു. ശ്രീതാങ്കമ്മ, അങ്ങനെ ഒരുപാട് പേര്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പിന്നെ കൊല്ലത്തെ ഈ കേരള ശബ്ദം ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണസ്വാമി റെഡ്ഡിയാർ ഗ്രൂപ്പിൻ്റെ ശ്രേണിയിലുള്ള ചിത്രത്തിൽ വരയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത അന്ന് കേരള ശബ്ദത്തിൽ അല്ലെങ്കിൽ കുങ്കുമത്തിൽ വരയ്ക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സംരക്ഷിതാവിനെ പോലുള്ള ഒരു സുഹൃത്തായിരുന്നു കൃഷ്ണസ്വാമി റെഡ്ഡിയാരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടി ആയിരുന്നു എസ് രാമകൃഷ്ണനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനൊക്കെ ആദ്യമായിട്ട് കഥ എഴുതി പ്രസിദ്ധപ്പെടുത്തി വരുന്ന സമയത്തൊക്കെ സാനിമാഷൊക്കെയാണ് എൻ്റെ ചീഫ് എഡിറ്റർ എന്നുണ്ടെങ്കിലും പിന്നെ ഈ രാമകൃഷ്ണ സാറാണ് അന്നത്തെ അതിൻ്റെ എഡിറ്റർ. അപ്പം അങ്ങനെയൊക്കെ ഉള്ള വലിയ വിപുലങ്ങളായ തരത്തിലുള്ള പിന്നെ അടുപ്പവും സാഹോദര്യം ഇതിൻ്റെ അകത്ത് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടത്തിയൊരു ചെറിയ സാഹസികതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള, അല്ലാതെ വളരെ കൃത്യതയുള്ള ഒരു മനുഷ്യൻ എന്നുള്ളൊരു സാഹസികതയായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് തത്തമ്മ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഗസിൻ അവിടെ ബാലപ്രസിദ്ധീകരണം അദ്ദേഹം 80കളുടെ അവസാനം തുടങ്ങി കേട്ടോ എന്നുള്ളത്. അപ്പോൾ 2 വർഷം കൊണ്ട് തന്നെ അത് വലിയ ഇതിലേക്കൊക്കെ എത്തി. നീലം പെരുമാസവൻ സാറിൻ്റെ കൂടെയൊക്കെ ഒപ്പം അന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അകത്ത് തൻ്റെ വസ്തുക്കളൊക്കെ ചിലത് ഈടുവെച്ച് തുടങ്ങിയിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ഈ പറയുന്നുള്ള അതിൻ്റെ തുടർന്നുള്ള തലമുറയിൽ എന്നെ പോലുള്ള ചിലർക്കൊക്കെ അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം അന്ന് മുതൽ ഈ ഈ സൈൻ ഒക്കെയും നമ്മുടെ ചെറിയ പ്രായത്തിലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതേസമയം തന്നെ ചവറയുടെ അല്ലെങ്കിൽ കൊല്ലത്തിൻ്റെ മേൽഭാഗത്തിൻ്റെയൊക്കെ ഒരു തലതൊട്ടപ്പൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ ഈ ആഢ്യത്വത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയാവുന്ന കുമ്പളത്ത് ശങ്കുപിള്ളയുടെ വീട്ടിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കസേരയിൽ ചെന്ന് ഇരിക്കാനായിട്ടുള്ള ഒരാർജവം അന്നത്തെ കാലത്ത് തന്നെ ഒരു ചെറുപ്പക്കാരൻ എന്നുള്ള രീതിയിൽ കാണിച്ച ഒരാളാണിത്. അതിന് അദ്ദേഹം വിളിച്ച് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെയും അപ്പൂപ്പനെയും പോലും എൻ്റെ മുമ്പിൽ ഇരുന്നിട്ടില്ല, പക്ഷെ അവൻ എൻ്റെ മുമ്പിൽ ഇരുന്നു. എൻ്റെ കാരണം എന്ന് വെച്ചാൽ അവനൊരു കലാകാരനാണ്. കലാകാരന്മാർക്ക് ആരുടെ മുമ്പിലും ഇരിക്കാം എന്ന് പറയുന്ന ഒരു ഘട്ടങ്ങൾ ഒക്കെ ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സംഗതിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ സത്യാർത്ഥി അദ്ദേഹത്തിന് വിലയ്ക്ക് വാങ്ങാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ വിശദീകരിച്ചു കൊടുക്കുന്നു. അതിന് പ്രതി വരയ്ക്കുന്ന വരകൾ ഒരു തലമുറയ്ക്ക് മൊത്തം വലിയ ഒരു പാഠമായി പിന്നീട് മാറുന്നു, അല്ലെങ്കിൽ എഴുത്തുമായി മുമ്പോട്ട് വരുന്ന ആൾക്കാരെ സംബന്ധിച്ച്. അതിന് വരച്ച ഒരു വരയെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം അന്ന് ഈ നോട്ട്, ഈ ഫോട്ടോസ്റ്റാറ്റൊക്കെ വരുന്നതിന് മുമ്പാണല്ലോ ഈ നോട്ട് വരയ്ക്കുന്നത് ഭരണഘടനാപരമായിട്ട് വലിയ കുറ്റമാണ്. പക്ഷേ വിലയ്ക്ക് വാങ്ങാം അതിൻ്റെ 2ാം ഭാഗം ജനകത്തിൽ അച്ചടിക്കുമ്പോഴത്തേക്ക് ശ്രീ ആർട്ടിസ്റ്റ് ഗോപാലൻ വരച്ച ഈ വരയുമായിട്ടാണ്. അപ്പം തമാശ എന്നുള്ള രീതിയിൽ ശ്രീ കാമ്പിശ്ശേരി പറയുന്നുണ്ട്, അത് നീ എന്നെ ജയിലിലയക്കും അല്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ രസകരമായ രീതിയിലുള്ള ഒരുപാട് കഥാസന്ദർഭങ്ങളെ ബൈച്ചേട്ടൻ ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വലിയ ഒരു ഈടുവയ്പ്പാണ് നമ്മുടെ ഭാഷയ്ക്കും ഇനി വരുന്ന ഗവേഷണപരമായ വിദ്യാർത്ഥികളെ കൊണ്ട്. ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒപ്പം വരച്ചിരുന്ന ഒപ്പം ഉള്ള
മനുഷ്യരെയൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ശ്രീ പി പത്മരാജനെ തുലാഭാരത്തിൻ്റെ അദ്ദേഹം സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല ചലച്ചിത്രങ്ങൾക്കും അന്ന് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നദി പോലുള്ള വളരെ പ്രശസ്തമായ സിനിമകൾ, തുലാഭാരം. അപ്പം തുലാഭാരത്തിന് വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീ പി പത്മരാജൻ തമാശയ്ക്ക് പറയുന്നുണ്ട്, നീ എടുത്ത് അതിൻ്റെ അടിയിൽ ആ കഥാസംവിധാനം പി പത്മരാജൻ എന്ന് എഴുതാൻ പറയുന്നുണ്ട്. അപ്പം ശ്രീ ആർട്ടിസ്റ്റ് ഗോപാലൻ തിരിച്ച് തമാശയ്ക്ക് പറയുന്നുണ്ട്, നിൻ്റെ പടം എഴുതിയ ഇതുപോലെ എഴുതും, പക്ഷെ അത് അങ്ങനെ വരും, അച്ചടിച്ച് അങ്ങനെ പോസ്റ്ററുകൾ വരും, പക്ഷെ അത് എഴുതുന്നത് ഞാനായിരിക്കില്ല. അങ്ങനെയൊക്കെ വളരെ പ്രവചനാത്മകമായ പറച്ചിലുകൾ. പിൻകാലത്ത് ഈ സ്വന്തം ബ്രഷ് താഴ്ത്തി വയ്ക്കാൻ സ്വന്തം ജീവിതകാലത്ത് ഒരാൾ തയ്യാറാവുന്നു എന്നുള്ളത് ഒക്കെ തന്നെയും നമ്മൾ എക്കാലത്തേക്കുമല്ല, പിന്നീട് പലരും നിർബന്ധിച്ചിട്ടാണ് അദ്ദേഹം പടം വര ചിലർ പുനരാവിഷ്കരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് വളരെ സവിശേഷമായ ഒരിതായിരുന്നു. അത് ആരുടെയായിരുന്നു? കാമ്പിശ്ശേരി കൗമുദിയുടെ ഇപ്പം അടുത്തിടയ്ക്ക് വരുന്നുള്ള ഹാഷിം രാജൻ എഴുതുന്ന അതിൻ്റെ കാമ്പിശ്ശേരിയുടെ ഒരു ചിത്രം വരയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് വീണ്ടും വരയ്ക്കാനായിട്ട് പറഞ്ഞു. അതിനൊത്ത ജീവസുറ്റമായ ഒരു ചിത്രം. അദ്ദേഹം തൻ്റെ ബ്രഷ് ഇടക്കാലത്ത് താഴ്ത്തി വെച്ചത് തൻ്റെ വര എന്നുള്ള ശൈലിയിൽ എന്തെങ്കിലും കളങ്കം വന്നിട്ടോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഗ്ലാനി സംഭവിച്ചിട്ടോ അല്ല എന്നുള്ളത് കാമ്പശ്ശേരിയുടെ ആ രേഖാചിത്രം കണ്ടാൽ പിന്നീട് നമുക്ക് മനസ്സിലാവും. അങ്ങനെ അസാമാന്യമായ മനസ്ഥൈര്യം ഒരു മനുഷ്യ ജീവിതം നമ്മളിവിടെ നമ്മുടെ ഈ വേദിയിൽ ഇല്ലാതിരിക്കുന്നത് തന്നെ ഒരു സംഗതിയാണ്. എങ്ങനെ ജീവിതത്തിൻ്റെ ഈ ഒഴുക്കിന് ഒത്തല്ലാതെ ജീവിച്ചുകൊണ്ട് നമുക്ക് ജീവിച്ച് മുമ്പോട്ട് കാണിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണ പുസ്തകം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നിരിക്കെ. ഈ പറയുന്ന കണക്കുള്ള ഒരു കൊല്ലംകാരൻ എന്നുള്ളതും അല്ലാതെ ഒരു മലയാളി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തിൻ്റെ വരകൾ കൊണ്ടും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങൾ കൊണ്ടും ഒക്കെയും എന്നെ പോലുള്ള അടുത്ത തലമുറയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഒരു വലിയ സാംസ്കാരിക പശ്ചാത്തലം ഒരുക്കിയതിന് എല്ലാവിധത്തിലുള്ള നന്ദി പറഞ്ഞുകൊണ്ടും ഇതിൻ്റെ പിന്നിൽ ഈ വൈജുവേട്ടൻ പിന്നീട് ഇപ്പോൾ തുടർന്നു വരുന്ന എല്ലാ ഈ സാംസ്കാരിക പ്രവർത്തനം ഈ പറഞ്ഞ കണക്കുള്ള ഒരു കാലത്തിനെ അടയാളപ്പെടുത്താനുള്ള ഈ ശ്രമങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. കാലിഗ്രഫിയുടെ രംഗത്തെ നേട്ടങ്ങളുടെ പേരിൽ കേരള സർക്കാരിന്റെ പരമോന്നത ബഹുമതി മാത്രമല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ അംഗീകാരങ്ങൾ നേടിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ആർട്ടിസ്റ്റ് ഭട്ടതിരിയെ സ്നേഹാദരം ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ബൈജു ചന്ദ്രൻ എന്നെ ഈ മീറ്റിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് ഗോപാലൻ വരുമോ എന്നാണ്. ഞാൻ ഗോപാലനെ നേരിട്ട് കാണുന്നത് ഇന്ന് ഇവിടെ വെച്ചാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന അക്കാലത്ത് എനിക്ക് തോന്നുന്നു വളരെ പ്രചാരമുള്ള ഒരു വാരികയായിരുന്നു ജനൈകം വാരിക. മിക്കവാറും എല്ലാ വീട്ടിലും, തെക്കൻ തിരുവിതാംകൂറിലെ എല്ലാ വീട്ടിലും ജനൈകം വാരിക വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അന്ന് കരുതിയത്. അപ്പോൾ അന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ജനൈകത്തിലെ ഈ വരകൾ കാണുകയും വളരെ ആരാധനയോടെ അത് നോക്കിയിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മേടിച്ചു കൊണ്ട് വരുമ്പോഴാണ് അച്ഛന് അത് ജനൈകന്മാരെയൊക്കെ വേണ്ടി കാത്തിരുന്നിട്ടുണ്ട്. അത് വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അതിനകത്തെ ചിത്രം കാണുകയായിരുന്നു എനിക്കന്ന് താല്പര്യം. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബാലയുഗം എന്ന പ്രസിദ്ധീകരണം ജനകീയത്തിൻ്റെതായി പുറത്തു വന്നു. അതിനും അച്ഛൻ വരിക്കാരനാകുകയും അത് വീട്ടിൽ കെട്ടിക്കൊണ്ടിരുന്നു. ആദ്യകാലങ്ങളിൽ യേശുദാസനായിരുന്നു അതിൻ്റെ ചിത്രങ്ങളും എല്ലാം വരച്ചിരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ജനക പേജ് കൂട്ടി കുറച്ചുകൂടെ വലിയൊരു
പ്രസിദ്ധീകരണമായി മാറി. അപ്പം ഗോപാലൻ അതിനകത്ത് ധാരാളം വരച്ചു തുടങ്ങി. അപ്പോൾ ഗോപാലൻ്റെ പടം കണ്ട് എനിക്ക് ഗോപാലനെ അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഗോപാലൻ എന്നെ കൂടെ അറിയണം എന്ന് എനിക്കൊരു വിചാരം. ഞാൻ സ്കൂളിൽ പഠിക്കുകയാണ്. ഗോപാലനെ എന്നെ അറിയാൻ ഒരു മാർഗവുമില്ല. ഞാൻ പന്തളത്തിനടുത്തുള്ള വളരെ ഒരു കുഗ്രാമത്തിലാണ് താമസം. എന്നെ ഗോപാലൻ അറിയാൻ ഒരു താല്പര്യമില്ല, ഒരു ഇതുമില്ല. അപ്പം ആ സമയത്ത് ബാലയുഗം ഒരു നാടോടി കഥാ മത്സരം സംഘടിപ്പിച്ചു. അപ്പോൾ എനിക്ക് ഒരു ആശയം തോന്നി, ഒരു കഥ എഴുതിയാൽ എന്താണെന്ന്. ഞാൻ കഥ എഴുത്തുകാരനോ ഒന്നുമല്ല. ഒരു കഥ എഴുതി ജനയുഗത്തിന് അയച്ച് ഗോപാലിനെ കൊണ്ട് അത് വരപ്പിക്കണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അച്ഛൻ ചെറുപ്പകാലത്ത് ധാരാളം കഥകളൊക്കെ പറയുമായിരുന്നു. അച്ചടിച്ചു വരുന്ന പുതിയ എഴുത്തുകാരുടെ കഥകളല്ല, അല്ലാതുള്ള നാട്ടിൽ പ്രചരിച്ചിരുന്നതും അല്ലാതെയുള്ള കഥ. അത്തരം ഒരു കഥ ഞാൻ എഴുതി ഇതുപോലെ കവറിലിട്ട് അയക്കാൻ കൊണ്ടുപോയി. അപ്പോഴാണ് എനിക്കൊരു സംശയം, ഓരോ ലക്കത്തിലും 10-20 കഥകളെങ്കിലും വരും, കുട്ടികൾ എഴുതുന്നതാണെല്ലാം. പക്ഷെ അതിന് എല്ലാത്തിനും ഒന്നും ചിത്രം കാണാറുമില്ല. അത് പേജ് ലേഔട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചിലതിൻ്റെ ചിത്രം ഒഴിവാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ അന്ന് ആ കഥ പോസ്റ്റ് ചെയ്തില്ല. തിരിച്ചു കൊണ്ടുവന്ന് അത് അയച്ചിട്ട് ഞാൻ ആ കഥയുടെ താഴെ ഒരു വരിയോട് എഴുതി, ഈ കഥയ്ക്ക് ഗോപാലിനെ കൊണ്ട് പടം വരപ്പിക്കണമെന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാകുമ്പോൾ അങ്ങനെയൊക്കെ പറയാമെന്നൊന്നും അറിഞ്ഞോണ്ട് ഏതായാലും എഴുതി. ആ കഥ ബാലയുഗത്തിൽ അച്ചടിച്ച് വരികയും ചെയ്തു. ഒരാൾ ഒരു പന്തവും പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഗോപാലൻ വരയ്ക്കുകയും ചെയ്തു. അത് അച്ചടിച്ച് വന്നപ്പോഴത്തെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല. പിന്നെ ഞാൻ ഗോപാലിൻ്റെ ചിത്രങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്ന ഗോപാലിൻ്റെ അക്ഷരങ്ങളായിരുന്നു. ഗോപാലൻ ഒരു ഫ്ലാറ്റ് നിബ് കൊണ്ട് എഴുതുന്ന അക്ഷരങ്ങൾ അക്കാലം തൊട്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഞാൻ എഴുതുന്നത് അതിൻ്റെ ഒരു അനുകരണമാണെന്ന് തന്നെ പറയാം. അന്ന് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, ആ ഗ്രാമത്തിൽ ഇതേപോലുള്ള പേനയോ ബ്രഷുകളോ ഒന്നും മേടിക്കാൻ പറ്റില്ല. മുളയുടെ ചീള് എടുക്കുക, അല്ലെങ്കിൽ കൈതയുടെ പേരെടുക്കുക, അതൊക്കെ വെച്ചിട്ടാണ് ആ രീതിയിൽ ഗോപാലൻ എഴുതുന്നത് പോലെ എഴുതി പഠിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഇക്കാലത്തായപ്പോഴത്തേക്കും അതിന് തക്ക പേനകളും എല്ലാം കിട്ടുന്നുണ്ട്. എന്നാലും ഞാൻ ഗോപാലൻ എഴുതുന്ന ആ ശൈലി, ഗോപാലൻ്റെ അത്രയും നന്നാകുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് എൻ്റെതായ ഒരു വ്യാഖ്യാനം നൽകുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഗോപാലിനെ പറ്റിയുള്ള ഒരു ഓർമ്മ, ഞങ്ങൾ ഒരു കയ്യെഴുത്ത് മാസിക കാലത്ത് എഴുതിയിരുന്നു. അപ്പോൾ ആ മാസിക ഇറങ്ങുന്നതിന് ഒരു വർഷത്തിൽ 1-2 എണ്ണമേ ഇറക്കത്തുള്ളൂ. ഒരു തവണ മാറ്ററുകളെല്ലാം ഞാൻ തന്നെയാണ് കൈകൊണ്ട് എഴുതുന്നത്. എല്ലാം കഴിഞ്ഞു. ആ സമയത്താണ് വയലാർ മരിക്കുന്നത്. അപ്പോൾ വയലാറിൻ്റെ ഒരു പടം, ഒരു 4 വരി കവിതയും കൊടുത്തൊരു പടം കൂടെ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ഇതിൻ്റെ എഡിറ്ററായിട്ടുള്ള വർഗീസ് ചാക്കോ എന്ന് പറയുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ വയലാറിൻ്റെ ഒരു പടം കിട്ടാൻ ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു മാർഗവുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ജനയുഗത്തിൻ്റെ വിശേഷാൽ പ്രതിയിൽ ആദ്യത്തെ പേജിൽ വയലാറിൻ്റെ ഗോപാലൻ വരച്ച ഒരു പടം ഞാനത് നോക്കി വരയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഉള്ള ചില ഓർമ്മകളുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴൊക്കെ അപ്പോഴൊക്കെ ജനയുഗ നിർത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്, 80കളുടെ അവസാനമൊക്കെ അവിടെ. അപ്പം ഗോപാലൻ തിരുവനന്തപുരത്ത് ഉണ്ടായതുകൊണ്ടാണ് പലരും പറഞ്ഞ് ഇങ്ങനെ അറിയാം. PK ഉത്തമൻ ജനയുഗത്തെ ഗോപാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. ഉത്തമനും ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഉത്തമനുണ്ട്, ഗോപിദാസ് ഉണ്ട്. അവരൊക്കെ ഗോപാലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷവും ആദരവും ഒക്കെ തോന്നി. അവരുടെ കൂടെ ഗോപാലിനെ കാണാൻ ഒരു ദിവസം പോകണം എന്ന് വിചാരിച്ച് ഇതുവരെ പറ്റിയില്ല.
ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് ഗോപാലിനെ ഞാൻ ആദ്യം കാണുന്നത്. ഗോപാലൻ പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളതില്ല, നേരിട്ട് കാണുന്ന ഗോപാലിനെ ഇന്നാണ്. അതിന് അവസരം ഒരുക്കി തന്ന ബൈജുവിന് അവരുടെ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഗോപാലിൻ്റെ ചിത്രങ്ങൾ പുസ്തകത്തിലൂടെ ഇനിയും കാണാൻ അവസരമുള്ളതുകൊണ്ട് അതിന് നന്ദി പറയുന്നു. നമസ്കാരം. താങ്ക് യു സർ. പ്രമുഖ ചിത്രകാരൻ മാത്രമല്ല, ചിത്രകലാ രംഗത്തെ പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകൻ കൂടിയാണ് തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിന്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ മനോജ് കണ്ണൻ. ചിത്രകലാ രംഗത്തെ പിൽക്കാല തലമുറയുടെ പ്രതിനിധി എന്ന നിലയിൽ പ്രൊഫസർ മനോജ് കണ്ണനെ സാദരം ക്ഷണിച്ചുകൊള്ളും. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന്. അതിൻ്റെ ഒരു കാരണം പ്രത്യേകിച്ചും ഒരു ചിത്രകാരനെ കുറിച്ചുള്ള ഒരു ജീവചരിത്ര ഗ്രന്ഥം പുറത്തിറങ്ങുന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മലയാളത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് അത്തരം ഒരു പുസ്തകം സാധ്യമാക്കിയ ശ്രീ ബൈജു ചന്ദ്രൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ദൃശ്യകലയുമായുള്ള അടുപ്പം, ദൃശ്യകലയെ ഗൗരവതരമായി സമീപിക്കുന്ന, ദൃശ്യഭാഷ മനസ്സിലാവുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹം മുൻകൈ എടുത്തതുകൊണ്ടാണ് ഈ പുസ്തകം സാധ്യമായത് എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാമെന്ന് തോന്നുന്നു. ഇവിടെ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ കലാപ്രവർത്തനം അക്കാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട ഒന്നാണ്. പലരും വളരെ വൈകാരികമായി അല്ലെങ്കിൽ വ്യക്തിപരമായ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. എന്നെ സംബന്ധിച്ച് ചെറുപ്പകാലം മുതൽ, പ്രത്യേകിച്ചും വാർഷിക പതിപ്പുകളിൽ 80-കൾ മുതൽ 90-കളുടെ തുടക്കം വരെ, അല്ലെങ്കിൽ ഒരു 10-15 വർഷക്കാലത്തെ പരിചയം ആണുള്ളത്. അതിനുശേഷം ഒരു പഠന സാമഗ്രി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകളെ പലപ്പോഴും സമീപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 4-5 വർഷമായി ഒരു സുഹൃത്തിൻ്റെ ഗവേഷണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ആഴത്തിൽ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ, രേഖാചിത്രങ്ങളെ പ്രത്യേകിച്ചും, അതുപോലെ തന്നെ പരസ്യങ്ങളെയും നോക്കിക്കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയമായ ഒരു അന്തർധാര ഈ ചിത്രങ്ങളുടെ പിന്നിൽ വളരെ ആഴത്തിൽ വേരോടുന്ന ഒന്നാണ് എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം 1950-കളിൽ അദ്ദേഹം ചിത്രരചന അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ പോപ്പുലറായി, അല്ലെങ്കിൽ മലയാളികൾ പൊതുവിൽ ജനസാമാന്യം സ്വീകരിച്ചിരുന്ന ഒരു കലാരൂപം എന്ന നിലയിൽ ചിത്രീകരണത്തിലേക്ക് അദ്ദേഹം വരുന്ന ഒരു സമയം തന്നെയാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ ആർട്ടിൽ അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം, അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് എന്ന നിലയിൽ ഫിഗറേറ്റീവ് ഭാഷ ചില കലാകാരർ വീണ്ടെടുക്കുന്നത്. പിന്നീട് നമുക്കറിയാം, അബ്സ്ട്രാക്റ്റ് എക്സ്പ്രഷനിസം CIA ഫണ്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിരുന്നു എന്നതിനെ സാധൂകരിക്കുന്ന ധാരാളം തെളിവുകൾ പിന്നീടുണ്ടായി. പക്ഷേ യൂറോപ്യൻ ആർട്ടിലുണ്ടായ അതിനോടുള്ള ഒരു വിരക്തിയും, പ്രത്യേകിച്ചും അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഫിഗറേറ്റീവ് ആർട്ടിലേക്കുള്ള മടങ്ങിപ്പോക്ക് 50-കളുടെ തുടക്കത്തിൽ യൂറോപ്യൻ ആർട്ടിൽ ഉണ്ടായതിന് സമാന്തരമായി തന്നെ കേരളത്തിൽ അതിൻ്റെ വളരെ ശക്തമായ, വളരെ ആർജവമുള്ള രേഖകളിലൂടെ, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളിലെ ഒരു ഗ്രാവിറ്റി, അതിൻ്റെ വോളിയം, അതിൻ്റെ ആഴത്തിൽ അതിനെ ഒരു രൂപത്തെ പരിശോധിക്കാനും അതിനെ ആവിഷ്കരിക്കാനും ഉള്ള വളരെ കലാപരമായ ഒരു കൈയടക്കം, അതിൻ്റെ രാഷ്ട്രീയ ഉള്ളടക്കം എല്ലാം ചേർന്നിട്ടുള്ള ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് വേണ്ട രീതിയിൽ പഠിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അതുപോലെ തന്നെ അദ്ദേഹം 90-കളുടെ പകുതിയോടുകൂടി ചിത്രീകരണം അവസാനിപ്പിക്കുന്നു എന്നുള്ളതും, അതിൻ്റെ കാരണങ്ങൾ എന്ത് തന്നെയായാലും ഒരുപക്ഷെ വ്യക്തിപരമായ കാരണങ്ങളാകാം, എങ്കിൽ പോലും അതിനും വലിയ രാഷ്ട്രീയമായ ചില മാനങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാം. പ്രത്യേകിച്ചും 90-കളുടെ തുടക്കത്തിൽ തുടങ്ങിയ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം ഒക്കെ വാസ്തവത്തിൽ
ചിത്രകലയുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ചിത്രീകരണ കലയെ നിഷ്കാസനം ചെയ്യുന്ന തരത്തിൽ വലിയ രീതിയിൽ ഫോട്ടോഗ്രാഫുകൾ ഉപയോഗിക്കപ്പെടുകയും അത് ഇന്നത്തെ ഒരു AI അധിഷ്ഠിത എന്താണ് ഇമേജ് ജനറേഷൻ ടൂളുകളിൽ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്താണ് രാഷ്ട്രീയമായ ചില കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനത്തെ അതിൻ്റെ സമാന്തരമായി സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ എങ്കിൽ പോലും പ്രത്യേകിച്ചും വളരെ പ്രമുഖനായ ഒരു കലാവിമർശകൻ വാൾട്ടർ ബെന്യാമിൻ പറഞ്ഞതുപോലെ പ്രത്യേകിച്ചും പകർപ്പുകൾ എടുക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ചിത്രത്തിൻ്റെ ഓറ അല്ലെങ്കിൽ അതിൻ്റെ എന്താണ് ചൈതന്യം എന്ന് പറയുന്ന ഒരു ഓറ നഷ്ടപ്പെടുന്നതിനെ പറ്റി വാൾട്ടർ ബെന്യാമിൻ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രബന്ധത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ചിത്രങ്ങളിൽ നമുക്ക് കാണുന്ന ഇതുവരെ പലരും സംസാരിച്ചതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ സംസാരിച്ച ഒരു കാര്യം, താൻ ജീവിച്ച കാലവുമായും അതിൻ്റെ രാഷ്ട്രീയവുമായും വളരെ ആഴത്തിൽ ബന്ധപ്പെട്ട ഇഴചേർക്കാവുന്ന തരത്തിൽ പ്രവർത്തിച്ച ഒരു കലാകാരൻ. സത്യത്തിൽ അത്തരം ഒരു രാഷ്ട്രീയ സാമൂഹ്യ അല്ലെങ്കിൽ സ്ഥലവും കാലവുമായി ബന്ധപ്പെട്ട ഒരു കലാപ്രവർത്തനം ഒരുപക്ഷെ ഇനി സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം ലോകം രണ്ടാമത് എനിക്ക് തോന്നുന്നു ആഗോളവൽക്കരണത്തിന് ശേഷം വലിയൊരു വിച്ഛേദത്തിൻ്റെ വക്കിലാണ്. അതുകൊണ്ട് അത്തരം ഒരു കലാപ്രവർത്തനം ഇനി ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഇത്തരം ആഴത്തിൽ രാഷ്ട്രീയവും കലയും ഉൾച്ചേർന്ന ഒരു ചിത്രീകരണ രീതി അതിൻ്റെ എന്താണ് അതിന് തുടക്കമിട്ട ഒരാളെന്ന നിലയിൽ ശ്രീ ഗോപാലിൻ്റെ ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ രചനകൾ പഠിക്കപ്പെടേണ്ടതുണ്ട്. നേരത്തെ ശ്രീ ബൈജുചന്ദ്രൻ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തെ ആരും കലയുടെ പരമശിവൻ എന്ന് വിശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ ഒരുപക്ഷെ ഒരു സോഷ്യൽ റിയലിസം അതിൻ്റെ പുതിയ ഒരു വ്യാഖ്യാനം മലയാളത്തിലെ രേഖാചിത്രണ കലയിൽ കൊണ്ടുവന്ന ഒരാളാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ രചന അനുസ്യൂതം തുടരട്ടെ. വ്യക്തിപരമായ ഒരു താല്പര്യം അദ്ദേഹം വീണ്ടും തൻ്റെ രേഖാചിത്രണ കലയിലേക്ക് അല്ലെങ്കിൽ പൊതുവിൽ ഉള്ള കലാപ്രവർത്തനങ്ങളിലേക്ക് മടങ്ങി വരണം എന്നതാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ഈ പുസ്തകം ആർട്ടിസ്റ്റ് ഗോപാലനെ കുറിച്ചെന്ന പോലെ തന്നെ കേരളത്തിന്റെ പോയ കാലത്തെ അവിസ്മരണീയമായ ഒരു ഘട്ടത്തെക്കുറിച്ചും പ്രഗത്ഭമതികളായ കുറെ മനുഷ്യരെ കുറിച്ചും കൂടിയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ജനയുഗത്തിന്റെ പത്രാധിപരായിരുന്ന കാമ്പിശ്ശേരി കരുണാകരനാണ്. ആർട്ടിസ്റ്റ് ഗോപാലനിലെ കലാകാരൻ എന്ന വ്യക്തിത്വം രൂപപ്പെടുത്തുക മാത്രമല്ല, സ്വകാര്യ ജീവിതത്തിലും സ്വാധീനം ചെലുത്തിയ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തിന്റെ മെന്റർ. ഈ പുസ്തകത്തിലെ ഒരു പ്രധാന കഥാപാത്രമായി നിറഞ്ഞു നിൽക്കുന്ന കാമ്പിശ്ശേരിയുടെ പുത്രൻ ശ്രീ റാഫി കാമ്പിശ്ശേരിയെ സാദരം ക്ഷണിച്ചുകൊള്ളും. സദസ്സിനുമുള്ള ബഹുമാന്യര്, ഞാൻ ഈ സദസ്സിനെ നോക്കുമ്പോൾ അതിസമ്പന്നമായൊരു സദസ്സാണ്. ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ സന്നിഹിതരാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഞാൻ ഇന്ന് മുഖ്യമായിട്ടും ബൈജു ചന്ദ്രനെ രണ്ട് കാര്യങ്ങളിൽ അഭിനന്ദിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ആദ്യമായിട്ട് ഇന്നിവിടെ പ്രകാശനം ചെയ്ത ഓർമ്മകൾ കൊണ്ട് വരഞ്ഞ വരകൾ എന്ന പുസ്തകം, ആർട്ടിസ്റ്റ് ഗോപാലിനെ പറ്റിയുള്ള പുസ്തകം തയ്യാറാക്കിയതിൽ അത് ഭംഗിയായ ഒന്ന് മറിച്ച് നോക്കാൻ എനിക്ക് അവസരം കിട്ടിയുള്ളൂ. എങ്കിൽ തന്നെയും അതിൻ്റെ ഉള്ളടക്കത്തെ പറ്റി ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഏകദേശം രൂപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് തയ്യാറാക്കിയ ബൈജു ചന്ദ്രനെ ഞാൻ അഭിനന്ദിക്കുന്നു. രണ്ടാമത്തത്, പോസ്റ്റ് റിട്ടയർമെന്റ് എങ്ങനെ ഭംഗിയായി ഉപയോഗിക്കാൻ കഴിയും എന്ന് നമ്മളെ കാണിച്ചു തന്ന ആളാണ് ബൈജു ചന്ദ്രൻ. നമ്മളൊക്കെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്നും കുറ്റം പറയുന്നത് ഉദ്യോഗവും അതിൻ്റെ പ്രാരാബ്ദങ്ങളെയും പറ്റിയാണ്. അതിനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റിട്ടയർമെന്റിനൊക്കെ അടുത്തെത്തുമ്പം പറയും, ഇനിയിപ്പോൾ റിട്ടയർ ആയിട്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന്. ഈ പറച്ചിലെല്ലാം ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇതിനൊരു അപവാദമാണ് ബൈജു ചന്ദ്രൻ.
അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് റിട്ടയർമെൻറ്റ് എങ്ങനെ ഏറ്റവും ഭംഗിയായിട്ട് ക്രിയേറ്റീവായിട്ട് നാടിന് ഉപയോഗപ്രദമായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് നമ്മളെ കാണിച്ചു തന്നതാണ് ബൈജു ചന്ദ്രൻ. അദ്ദേഹം ഈ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഒരു ചരിത്രകാരനായിട്ട് മാറിയിരിക്കുകയാണ്. ജീവചരിത്രം, ജീവിതങ്ങൾ കൊണ്ട് ചരിത്രം പറയുന്നു. അദ്ദേഹത്തിൻ്റെ KPSC സുലോചനയെ പറ്റിയുള്ള പുസ്തകം ജീവിത നാടകം, അതിൽ കൂടെ ഒന്ന് മറിച്ചു നോക്കി അറിയാം. അത് KPSC സുലോചനയോട് പറയുന്നതിനൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ സാമൂഹ്യ പ്രശ്നങ്ങൾ, നാടകങ്ങൾ ഒരു KPSCയെ പറ്റി മാത്രമല്ല, KPSCയുടെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ നാടക പ്രസ്ഥാനങ്ങളെ പറ്റിയും നടന്മാരെ പറ്റിയും എല്ലാം വിഭിന്നമായ വളരെ വ്യത്യസ്ത രീതിയിൽ, അതായത് നമ്മൾ നേരത്തെ വിനയവിഷം പറഞ്ഞ പോലെ നമ്മൾ ബോറടിപ്പിക്കാത്ത സംഭവങ്ങൾ കൃത്യമായിട്ട് പരാമർശിച്ചുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് തന്നെയായിരിക്കും അദ്ദേഹം ഈ പുസ്തകത്തിലും ചെയ്തിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇദ്ദേഹം തിരഞ്ഞെടുത്ത വ്യക്തികൾ KPSC സുലോചന. KPSC സുലോചനയെ പറ്റി ഒരു ആത്മകഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രം ഒരുപക്ഷെ വേറെ ആരെങ്കിലും ഒരുപക്ഷെ രചിച്ചിരിക്കാം. പക്ഷെ ഒരു കാരണവശാലും ആർട്ടിസ്റ്റ് ഗോപാലിനെ പറ്റി ഒരു ജീവചരിത്രം ഉണ്ടാകത്തില്ല. കാരണം ആർട്ടിസ്റ്റ് ഗോപാലിനെ അദ്ദേഹം അകന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പരാമർശിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ബൈജു ചന്ദ്രനെ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ആർട്ടിസ്റ്റ് ഗോപാലിനും ജനയുഗവുമായിട്ടുള്ള ബന്ധം ഇവിടെ പരാമർശിച്ച് കഴിഞ്ഞു. അദ്ദേഹം ജനയത്തിൽ വരുമ്പോൾ ഞാൻ സ്കൂൾ കുട്ടിയാണ്. 1900 അച്ഛൻ മരിച്ചത് ഇപ്പം 49 വർഷമായി. അപ്പം അന്നൊക്കെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് മരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റ് ഗോപാലിനെയൊക്കെ ഞാൻ കാണുന്നത് അച്ഛൻ്റെ ഒരു സഹപ്രവർത്തകൻ എന്ന നിലയിൽ മാത്രമാണ്. അകന്ന് നിന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇല്ലസ്ട്രേഷൻസ് തന്നെ ഈ വിലയ്ക്ക് വാങ്ങാനൊക്കെ വരുമ്പോഴത്തെ സീരിയസ് ആയ രീതിയിൽ ഞാൻ വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, അന്ന് ഫോളോ ചെയ്തിട്ടുണ്ടാകുമെന്ന് പറയുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, നമ്മളിപ്പം ചെമ്മീൻ എന്നുള്ള സിനിമ കണ്ട ശേഷമാണ് ഞാൻ നോവൽ വായിക്കുന്നത്. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് കൊട്ടാരക്കര ശ്രീധരൻ നായരും സത്യനും ഷീലയൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ട് നമ്മുടെ മുമ്പിലോട്ട് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത്, പറഞ്ഞു കേട്ടതും മനസ്സിലാക്കുന്നത്, ഈ വിലയ്ക്ക് വാങ്ങാൻ അങ്ങനെയുള്ള വേലുമത്രയുടെ നോവലുകളൊക്കെ വരുമ്പോൾ ആൾക്കാർ അതിലെ കഥാപാത്രങ്ങളെ ലക്ഷ്മിയെടുത്തിയ സതിയെയും ദീപുവിനെയൊക്കെ ദിവാങ്കുരനെയൊക്കെ ഈ ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ ചിത്രങ്ങളിൽ കൂടിയാണ് അറിഞ്ഞിരുന്നതെന്നും അവരുടെ മുമ്പിൽ വന്ന രൂപങ്ങൾ അതായിരുന്നെന്നുമാണ്. അതുകൊണ്ട് തന്നെയാണ് ജനയുഗത്തിൻ്റെ വളർച്ചയിൽ ഒരു കാലഘട്ടത്തിൽ ജനയുഗത്ത് 1 ലക്ഷത്തോളം കോപ്പിയിൽ കൂടുതലായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ സത്യവുമാണ്. ആ വളർച്ചയിൽ ആർട്ടിസ്റ്റ് ഗോപാലിന് ചെറുതല്ലാത്ത പങ്കുണ്ടായിരുന്നുവെന്നും അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ ആ കലാസൗകര്യ രേഖപ്പെടുത്താനും ബൈജു ചന്ദ്രൻ കാണിച്ച ഈ താല്പര്യത്തെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ആർട്ടിസ്റ്റ് ഗോപാലൻ ചേട്ടന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നന്ദി പ്രകടനമാണ്. ഓർമ്മകൾ കൊണ്ട് വരുന്ന വരകൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ്, മലയാളത്തിലെ ഫസ്റ്റ് ജനറേഷൻ വിഷ്വൽ ജേർണലിസ്റ്റുകളിൽ പ്രമുഖനായ, പോയ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സ്വീകരിച്ച മാധ്യമ പ്രവർത്തകൻ, ജീവിത നാടകം, തോപ്പിൽ ഭാസി എന്നിങ്ങനെ കാലത്തെ അടയാളപ്പെടുത്തുന്ന ജീവചരിത്ര കൃതികളുടെ രചയിതാവ്, എല്ലാത്തിലുമുപരി ഞങ്ങൾ ഏറെ ആദരവോടെ ഗുരു എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ സ്വന്തം വിക്കിപീഡിയ, സ്നേഹാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ശ്രീ ബൈജു ചന്ദ്രൻ. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ ഇങ്ങനൊരു പുസ്തകം വളരെ അതിൻ്റെ മുഖവരയിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇത് വളരെ എന്താ പറയുക, യാദൃശ്യമായി സംഭവിച്ചാണ്. കാര്യം ഞാൻ ഏറ്റവും അധികം അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ചേട്ടൻ വിളിക്കുന്ന ആർട്ടിസ്റ്റ് ഗോപാലൻ. ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു സ്ഥിരം ഒരു യാത്ര കൊല്ലത്തേക്ക് ജനകീയ ഓഫീസിൽ, അവിടെ പ്രിയപ്പെട്ട സുരേഷ് ഉണ്ട്, അദ്ദേഹത്തിനെ കാണും. അവിടുത്തെ റെഫറൻസ് ലൈബ്രറി പോയി ഈ പഴയ പടങ്ങൾ, ജനകീയത്തിലെ പഴയ പടങ്ങൾ കാണും, അതിനെക്കുറിച്ച് സംസാരിക്കും, തിരിച്ച് കാറിൽ യാത്ര ചെയ്യും. അപ്പം ഇങ്ങനെ യാത്രകളിലൂടെ ഇങ്ങനെ ഒരുപാട്
പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കഥ മുഴുവൻ കേട്ട് കേട്ട് എനിക്ക് ഏതാണ്ട് മനഃപ്പാഠമായ ഒരു കാര്യമാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ജീവിതം. ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷം, വളരെ നീണ്ട ഒരു ഗ്യാപ്പിന് ശേഷമാണ് അദ്ദേഹത്തെ കാണുന്നത്. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയാവുന്ന പോലെ ഒരു പത്ര ഓഫീസിൻ്റെ അകത്തളത്തിലായിരുന്നു ഞാൻ വളർന്നത്. വളരെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പത്രാധിപന്മാരെ, എഴുത്തുകാരെയൊക്കെ കണ്ടും അവരുടെ സംസാരം വളരെ, അതെനിക്കും ചേട്ടനും പിന്നെ റാഫി കാമശ്ശേരിക്കും ഒക്കെ ഇതേ, ഉഷേച്ചിലും ഒക്കെ ഇതേ അനുഭവം തന്നെ ഉണ്ടാവും. ഞങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകൾ സംസാരിക്കുന്ന കേട്ട് വളർന്ന ഒരു ജനറേഷനിൽപ്പെട്ടവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരെയൊക്കെ കാണുകയും ഇവർ പറയുന്ന വാക്കുകൾ കേൾക്കുകയും ഇവരുടെ കലാസൃഷ്ടികൾ നേരിട്ട് ഇലസ്ട്രേഷൻ നടത്തുകയൊക്കെ കാണുകയൊക്കെ ചെയ്യുന്ന അങ്ങനെ ഒരു കാലത്ത്, അപ്പോൾ ഇങ്ങനൊരു ഒരു 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 സ്വാഭാവികമായി ആ ഒരു അന്തരീക്ഷം എന്നെ ഇപ്പം ഞാൻ ആക്കിയത് എന്താണെന്ന് ചോദിച്ചാൽ ആ അന്തരീക്ഷമാണ്. അതാണ് പിന്നീട് മാധ്യമരംഗത്ത് പ്രവർത്തിക്കാനും, ദൃശ്യമാധ്യമ രംഗത്താണെങ്കിലും ഇപ്പോൾ ഇവിടെ പറഞ്ഞ മാതിരി റിട്ടയർമെൻറ്റിന് ശേഷം എഴുത്തിലേക്ക് വരാനും ഒക്കെ ഒരു കാരണം അന്നത്തെ ഒരു കുട്ടിക്കാലം. അപ്പൊ അന്ന് മുതൽ കാണുന്ന, ഏറ്റവും അധികം കാണുന്ന ഒരു 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 എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഗോപാലൻ, ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ വരകളാണ്. ഇപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇതൊക്കെ വായിച്ചു തുടങ്ങുന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരി ഇവിടെ ഇരിപ്പുണ്ട്, സഹോദരനുണ്ട്, ഞങ്ങളൊക്കെ അങ്ങനെ ഒരു ഇതിലായിരുന്നു. അപ്പോൾ ഈ പുസ്തകം വീക്കിലി എടുത്ത് മറിച്ച് നോക്കുമ്പോൾ വിലയ്ക്ക് വാങ്ങാമിലെ സതി, ലക്ഷ്മി ഏട്ടത്തി, ദീപാങ്കുരൻ, അഘോരന്റെ പൂപ്പൻ, ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ വളരെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളത് സുപരിചിതൻ. അപ്പം ഇത് വരച്ച ആളിനെ കാണുക എന്നുള്ളൊരു കൗതുകം അന്ന് വളരെ ചെറുപ്പക്കാരനായ ഗോപാലൻ ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതൊക്കെ നല്ല ഓർമ്മയുണ്ട്. പക്ഷെ പിന്നെ കേരള ശബ്ദം വിട്ട് അദ്ദേഹം ജനകീയത്തിൽ പോയി വളരെ കാലം അദ്ദേഹത്തെ കാണാതിരുന്നു. വല്ലപ്പോഴും അച്ഛനെ കാണാൻ വരുമ്പോഴാണ് കാണുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അവിടെ ജനകീയത്തിൻ്റെ രണ്ടാമത്തെ വരവിൽ പത്രാധിപരായിരുന്ന MP അച്യുതൻ ഇരിപ്പുണ്ട്. അദ്ദേഹം അച്യുതൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒന്ന് പോയിട്ട് ആർട്ടിസ്റ്റ് ഗോപാലിനെ കണ്ട് ഒരു ഇത് ചെയ്യണം, ജനകീയ ഓണം വിശേഷാൽ പ്രതിക്ക് വേണ്ടിയിട്ട്. 2010 അപ്പം ഞാൻ വിളിക്കുന്നു, പോകുന്നു. വളരെ വിമുഖതയോടുകൂടി ഞാൻ ഇന്നയാളുടെ മകനാണ് എന്നുള്ളതുകൊണ്ട് മാത്രം എൻ്റെ മുമ്പിൽ കുറേ നേരം ഇരുന്ന് നിന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞു. അത് ഞാൻ പിന്നെ ജനകീയ ഓണം വിശേഷാൽ പ്രതി എഴുതുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒട്ടും ഒരു പൂർണ്ണ തൃപ്തി ഉണ്ടായിരുന്നില്ല എനിക്കതിൽ. കാര്യം അതെന്തോ എവിടെയോ ഒരു പൂർണ്ണമായിട്ടല്ല ഞാനിത് കേട്ടതെന്നുള്ളൊരു വിചാരമായിരുന്നു. അതിനുശേഷമാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ അടുത്ത് ഇടപഴകാൻ തുടങ്ങിയത്. ദിവസേന എന്നുള്ള, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും കാണുന്ന ഒരു തരം ബന്ധമുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ. ആ വീട്ടിൽ ചെന്നിട്ട്, ഞാൻ ആ വീട്ടിൽ ഒരു അംഗത്തെ പോലെയാണ്, വീരി ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് പറയുന്ന കഥകൾ ഒക്കെ കേട്ട്, ഞാൻ ഈ നേരത്തെ പറഞ്ഞ കൊല്ലം യാത്രയിൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കാണുന്ന, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലൈബ്രറിയിൽ ചിത്രയിൽ നൽകുന്ന ശാലയിൽ പോയി പഴയ മാഗസിൻസ് കാണുക. എനിക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോകണമെങ്കിൽ ഞാൻ ഇദ്ദേഹത്തെ കൂടെ കൂട്ടും ഇത് കാണാൻ വേണ്ടി. അദ്ദേഹം വരച്ച് മറന്നുപോയ പല ചിത്രങ്ങളും കണ്ടെത്തുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ച. അത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ മുഖത്ത് പ്രതിഫലിക്കുന്ന ഒരു ഭയങ്കര സന്തോഷം, ഒരു വികാര പ്രകടനം, അതിനൊക്കെ നേരിട്ട് സാക്ഷിയായി എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അപൂർവ മുഹൂർത്തങ്ങളിൽ ചിലത്. അപ്പോൾ ഇത് കണ്ടു, ഇത് ഞാൻ വരച്ചാണോ എന്നൊക്കെ ചോദിക്കരുത്. സ്വയം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹത്തിൻ്റെ പഴയ ചിത്രങ്ങൾ, ജനകീയത്തിലുള്ള പഴയ ചിത്രങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ തേടിപ്പിടിച്ചു. പിന്നെ ഇത് ഇങ്ങനെ തേടിപ്പിടിച്ച് എൻ്റെ ക്യാമറയിൽ, എൻ്റെ ചെറിയ ഫോണിൽ പകർത്തിയ ചിത്രങ്ങൾ, ഇതൊന്നും ഒരു പുസ്തക രൂപത്തിൽ വരുമെന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഞാൻ നന്ദിയോടെ ഓർക്കുന്ന മാധ്യമത്തിൻ്റെ ബിജുരാജിനെയാണ്. ബിജുരാജിൻ്റെ അടുത്ത് എഴുതാൻ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ, ചേട്ടാ എന്താ ചെയ്യാൻ പറ്റിയ ഇത്തവണ എന്ന് കഴിഞ്ഞ ഓണപ്പതിപ്പിന് വേണ്ടി ചോദിച്ചപ്പോൾ, വിഷു പതിപ്പിന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരാളിനെ കുറിച്ച് ചെയ്താലോ. അത് വളരെ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു ഒരു വാർഷിക പതിപ്പിന് വേണ്ടി മാത്രമുള്ള ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങളിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. നേരത്തെ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഞാനൊരു ചെറുതായിട്ട് ടൈപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അന്ന് പറഞ്ഞതും അല്ലാത്തതും ഒക്കെ അതിനകത്ത് ഇങ്ങനെ വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും കഥകൾക്ക് ജീവൻ വെക്കുകയാണ്. അപ്പം ഇതിനകത്ത് എഴുതിയൊരു കഥാരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത് സംഭവങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരാളെൻ്റെ അടുത്ത് ചോദിച്ചു, പ്രസാദകനാണ്, പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് ഇത്രയൊക്കെ എഴുതാനുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല, 216 പേജോ പുസ്തകത്തിന്, അത്രയൊക്കെ ഉണ്ടോ ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് എഴുതാൻ? അത് നമ്മുടെ ഒരു വലിയൊരു തെറ്റിദ്ധാരണയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയെ കുറിച്ചാണെങ്കിൽ 500 പേജ് എഴുതിയാൽ ആർക്കും ഒരു തർക്കമില്ല. അത് ചിലർക്ക് കിട്ടുന്ന അപൂർവ ഭാഗ്യങ്ങളിലൊന്നാണ്. അവര് രേഖാചിത്ര രംഗത്ത്
ഒരു വലിയ അസാമാന്യ പ്രതിഭകളായി അംഗീകരിക്കപ്പെടുകയും വാഴ്ത്തപ്പെടുകയും ചെയ്തു. എനിക്കൊരു അതിനകത്തൊന്നും ഒരു പരാതിയില്ല, അതിനകത്തൊന്നും അത് തീർച്ചയായിട്ടും അദ്ദേഹം അറിയിക്കുന്നത് തന്നെയാണ്. പക്ഷെ അങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ കുറേ പേര് ചേർന്നെങ്കിൽ തീരുമാനിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. ആർട്ടിസ്റ്റ് ഗോപാലിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഇപ്പം തന്നെ ഇവിടെ ഒരിടത്തും കാണുന്നില്ല, എവിടെ പോയി എന്ന് എനിക്കറിയത്തില്ല. ഇതുപോലൊരു മീറ്റിങ്ങിൽ വെച്ച് ഞാൻ ഇരിക്കുന്ന ഒരു മീറ്റിങ്ങിൽ വെച്ച് എനിക്കൊരു കാമ്പശ്ശേരിയെ കുറിച്ചുള്ള ഒരു മീറ്റിങ്ങിന് കെ ജയകുമാർ സംസാരിക്കുമ്പോൾ ഇങ്ങനെ വളരെ യാദൃശ്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രേഖാചിത്രകാരൻ ആർട്ടിസ്റ്റ് ഗോപാലനാണ് എന്ന് അദ്ദേഹം പറയും. അപ്പം ഞാൻ അപ്പം രാത്രിയോ പിറ്റേ ദിവസം ഞാൻ നേരിട്ട് കണ്ടപ്പോഴും ചേട്ടൻ ജയകുമാർ സാർ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അപ്പം എൻ്റെ കൂടെ വരാനിരുന്നാണ്, കാമശ്ശേരിയെ കുറിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് ആദ്യം വരാമെന്ന് പറഞ്ഞു, പിന്നെ അങ്ങ് മടിച്ചു. അപ്പം എൻ്റെ അടുത്ത് അപ്പം പറഞ്ഞ രാജേന്ദ്രിയോ, ഞാൻ വരാൻ എന്ത് നന്നായി, എനിക്ക് പറ്റും എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്ന കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര വിഷമമാണ്. അപ്പം ഞാൻ വരാൻ നന്നായില്ലേ. ഞാൻ പറഞ്ഞു, എന്നാലും ചേട്ടനെ കുറിച്ച് ഒരാൾ ആത്മാർത്ഥമായിട്ട് പറയില്ലേ. കാര്യം പറയുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കുറെ പേര് പറയുന്നില്ല, മനഃപൂർവ്വം പറയുന്നില്ല എന്ന് ഞാൻ പറയും. അത് ഒരുപാട് പേരുടെ കാര്യത്തിലുണ്ട്, ഒരുപാട് പേരുടെ കാര്യത്തിലുണ്ട്. അത് എനിക്ക് എഴുതാൻ താല്പര്യമുള്ള വേറെ ഒരു പത്രാധിപന്മാരുടെ കാര്യത്തിലുണ്ട്. ചിലർ മാത്രമേ പത്രാധിപന്മാരുള്ളൂ, ചിലർ മാത്രമേ എഴുത്തുകാരുള്ളൂ, ചിലർ മാത്രമേ രേഖാചിത്രകാരന്മാരുള്ളൂ എന്നുള്ള രീതിയിൽ മലയാളത്തിൽ ഒരു അങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. അതിന് ചില ചില അതിൻ്റെതായ ചില ഇതുമുണ്ട്, അവരുടെ പ്രിവിലേജസ് ഉണ്ട്. ലളിത അക്കാദമി എന്നൊരു സ്ഥാപനം ഇവിടെ ഉണ്ട്. ഒരിക്കലും ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഞാൻ 2 തവണ ഞാൻ നിങ്ങളോടൊരു അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു സദസ്സിനോട് പറയുകയാണ്, 2 തവണയാണ്. അപ്പം ഞാനിത് പറഞ്ഞ ഈ സംഭവം ജനീയത്തിൽ വന്നപ്പോൾ തോമസ് ജേക്കബ് സാറ്, അദ്ദേഹം മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറായിരുന്ന കാലമാണ്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ബൈജു ഇത് എനിക്കൊന്നും അറിഞ്ഞൂടാത്ത കാര്യമായിരുന്നു, ഇതെന്താ അദ്ദേഹത്തിന് ഒരു അവാർഡൊന്നും കിട്ടിയില്ലല്ലേ? ഞാൻ പറഞ്ഞു, കിട്ടിയിട്ടില്ല സർ. അപ്പോൾ അന്നത്തെ ലളിത അക്കാദമി ചെയർമാൻ ഫ്രാൻസിസ് മനോരമയുടെ പത്രാധിപരാണ്, ആഴ്ചപ്പത്രത്തിൻ്റെ പത്രാധിപർ. അപ്പോൾ തോമസ് ജേക്കബ് സാർ എന്നെ ഫ്രാൻസിസിനോട് പറഞ്ഞു, ഇങ്ങനെ എന്താ നിങ്ങളിങ്ങനെ ആലോചിക്കാത്തത് അദ്ദേഹത്തിൻ്റെ പേര്. കുറച്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു, ബൈജു ഞാനിത് പറയുമ്പോൾ വേറെ കുറേ പേര് അതിനെ എതിർത്തു, ഒബ്ജക്റ്റ് ചെയ്തു. ഒരു കുറേ വരച്ചിട്ട് ഇലസ്ട്രേഷനൊക്കെ നമ്മൾ അവാർഡ് കൊടുക്കണോ? അങ്ങനെ അന്ന് അത് മാറിപ്പോയി. വേറൊരു ലളിത അക്കാദമി ചെയർമാനോട് എന്നെ ഒരു സൗഹൃദമൊക്കെ ഉള്ള ഒരാളിനോട് ഞാൻ നേരിട്ട് പറഞ്ഞു, ഈ പടങ്ങൾ അയച്ചു കൊടുത്തു. അദ്ദേഹം ഒന്ന് ചിരിച്ചു കളഞ്ഞു. അപ്പം ഇതൊന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞാൽ പുള്ളി എന്നോട് കൂടി സംസാരിക്കില്ല. കാര്യം ഒരു കാരണവശാലും ഒരാളോട് പോലും ആവശ്യപ്പെടില്ല എനിക്ക് അവാർഡ് തരരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു തരത്തിലുള്ള അംഗീകാരം, അത് അദ്ദേഹത്തിന്റെ കാര്യം, അദ്ദേഹത്തിന് അംഗീകാരം വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ ഇത് നമ്മുടെ കടമയല്ലേ. ഏറ്റവും ഒടുവിലൊരു സംഭവം ഉണ്ടായി ഈ അടുത്ത കാലത്ത്. ഏറ്റവും ഒരു സംഭവം എന്നോട് നിർബന്ധിച്ച് ഇങ്ങനെ ആ സുഹൃത്തിലൂടെ വന്നിട്ട് പോയി, ആർട്ടിസ്റ്റ് ഗോപാൽ നമുക്ക് എങ്ങനെയെങ്കിലും അവാർഡ് കിട്ടണം, പുതുതായിട്ട് രൂപം കൊണ്ടൊരു അവാർഡാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, വലിയൊരു അവാർഡ്, ഈ അടുത്ത കാലത്ത് വലിയ അവാർഡ്. എന്നോട് പറഞ്ഞ്, ബൈജു ഈ പുസ്തകമൊക്കെ എഴുതിയല്ലേ, ഈ പുസ്തകം ആയിട്ടുള്ളത് ഒന്ന് ബൈജു എന്നെ അതിനെക്കുറിച്ചൊന്ന് എഴുതി തരണം, അത് തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ തരില്ല. ഒന്നാമത് എനിക്ക് വെറുതെ ആവശ്യമില്ല, എനിക്കറിയാം ഇതൊരു വേസ്റ്റ് ആണെന്ന്, എൻ്റെ കുറച്ച് സമയം പോയി, എൻ്റെ വാചകങ്ങൾക്ക് വിലയുണ്ടല്ലോ. അപ്പോൾ പറഞ്ഞു, ഇല്ല ഇത് ഞങ്ങളിങ്ങനെ തീരുമാനിച്ചാണ്. ഓക്കെ, ഞാൻ അതിനുവേണ്ടി ഗോപാലഞ്ചേട്ടനോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഞാൻ അയച്ചു കൊടുത്തു. ഇല്ല, അവർ വേറെ വളരെ വിഖ്യാതരായ പഴയ പത്രാധിപന്മാരും ഒക്കെ ചേർന്ന ഒരു സമിതി, അവർ വേറെ പേര് തീരുമാനിച്ചു. അപ്പം ഇതൊരു നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗം എന്ന് പറയുന്നത് ചിലരുടെ കുത്തകയാണ്. ചില പേരുകൾക്ക് മാത്രമേ ഇവിടെ രേഖാചിത്ര കലാരംഗത്ത് ചിലർ അങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുകയാണ്, അതിനപ്പുറം വരാൻ പാടില്ല. അപ്പം ഇതൊക്കെ കൂടെ മനസ്സിൽ കിടന്നുകൊണ്ടാണ് ഇത് പുസ്തക രൂപത്തിൽ വന്നത്. അപ്പം ഇങ്ങനൊരു പുസ്തകം വരണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഈ മനുഷ്യൻ ഇത് അർഹിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ എഴുതിയോണ്ട് ഇത് എത്രമാത്രം എത്തുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊരു അവാർഡിന് പകരമായിട്ടല്ല പറയുന്നത്, ഞാൻ എഴുതിയിട്ടുണ്ട്, ഇതിന് അവാർഡിന് പകരമില്ല. പക്ഷെ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്, ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം അദ്ദേഹം 35 വർഷം മുമ്പ് പേന വെച്ച താഴെ വെച്ചു ബ്രഷ്. പിന്നെ കൗമുദി എന്ന് പറയുന്ന പ്രസിദ്ധീകരണത്തിന് വേണ്ടി കാമ്പശ്ശേരിയെ കുറിച്ചിറക്കിയ പ്രത്യേക പതിപ്പിന് വേണ്ടി എഴുതാൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തിയപ്പോൾ ഒരു രാത്രി കൊണ്ട് ബോൾ പെൻ കൊണ്ട് വരച്ചാണ് ചിത്രത്തിൽ. ബോൾ പെൻ കൊണ്ട്, ബ്രഷൊന്നുമല്ല,
ബ്രഷോ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന വെറും ഒരു മറ്റേ ബ്രഷ് പിന്നെ സ്കെച്ച് പെന്നോ ഒന്നുമല്ല, വെറും ബോൾ പെൻ കൊണ്ട് ഒരു രാത്രി കൊണ്ട് വരച്ച പടമാണ് ഏറ്റവും അദ്ദേഹം അവസാനമായി വരച്ചത്. അതിനുശേഷം ഈ പുസ്തകത്തിന് വേണ്ടി എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ പുസ്തകം വരുന്നു എന്ന് കേട്ടപ്പോൾ ആദ്യം മനസ്സോടെ അതിനുവേണ്ടി സഹകരിച്ചാണ്. പതുക്കെ എത്രയായാലും ഒരു അവനവനെ കുറിച്ചുള്ള ഒരു അവനവൻ്റെ ആർട്ട് വരണമല്ലോ, കല വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അദ്ദേഹം പിന്നെ ഞാനൊരു ദിവസം ചിലപ്പോൾ എടുത്ത് കാണിച്ചു വലിയ ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു പടം വരച്ചു. അതാണ് 2 പേജുകൾ അദ്ദേഹം വരച്ച, ഈ അടുത്ത കാലത്ത് അദ്ദേഹം വരച്ച 2 ചിത്രങ്ങൾ. അത് വളരെ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഞാൻ അതിനൊരു നിമിത്തമായി എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. വാസ്തവത്തിൽ ഇത് പിന്നെ ആർട്ടിസ്റ്റ് ഗോപാലൻ എന്ന് പറയുന്നത് ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു അദ്ദേഹം വ്യക്തിയെക്കുറിച്ച് എഴുതിയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവചരിത്ര രീതി, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ആഗ്രഹിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇവിടെ പിന്നെ റാഫി കാമശ്ശേരി പറഞ്ഞ മാതിരി അത് ഒരാളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഫീൽഡ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അപ്പം ഇതിനകത്ത് കേരളം മലയാളം മനഃപൂർവ്വം മറന്നു കളഞ്ഞ ഒരുപാട് വ്യക്തികൾ ഇതിനകത്ത് ഈ ചിത്രങ്ങളായി വരുന്നുണ്ട്. ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ഫോട്ടോകൾ തേടിപ്പിടിച്ച് കൊടുത്തു എന്നുള്ള ഒന്ന്, പിന്നെ രണ്ടാമത് അവരുടെ ചെറിയ നഖചിത്രങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. കാമ്പശ്ശേരി കരുണാകരൻ ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമാണ്. കാമ്പശ്ശേരി കരുണാകരനെ കുറിച്ച് എപ്പോഴും പറയുന്ന എല്ലാവരും പറയുന്ന സ്ഥിരമായി പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്തുള്ളതെന്ന് നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു പത്രാധിപരും ഒരു രേഖാചിത്രകാരനും തമ്മിലുള്ള ഒരു അപൂർവമായ ബന്ധം, ആ ബന്ധം എന്തായിരുന്നു എന്നുള്ളതും കാമ്പശ്ശേരി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ എന്താണ് ജനേകം വാരികയെ അദ്ദേഹം വളർത്തി ഇവിടെ പറഞ്ഞ മാതിരി 1 ലക്ഷത്തിലധികം കോപ്പി എത്തിച്ചത് എന്നുള്ളത് മാത്രമല്ല, അതിനുശേഷം അന്നത്തെ ഇതിനകത്ത് ആ കാലത്തെ കുറച്ച് പേരെങ്കിലും ഉണ്ട്, പിന്നെ സിനിമ മാതിരിയുള്ള ഒരു പ്രസിദ്ധീകരണം, ബാലയുഗ മാതിരിയുടെ പ്രസിദ്ധീകരണം, നോവൽ പതിപ്പ് മാതിരിയുള്ള പ്രസിദ്ധീകരണം ഒക്കെ അദ്ദേഹം എങ്ങനെ കൊണ്ടുവന്നു. അതിനകത്ത് ആർട്ടിസ്റ്റ് ഗോപാലൻ എങ്ങനെയാണ് അതിനെ ഒരു സാക്ഷാത്കരിക്കാൻ, കാര്യം സിനിമയുടെ മാത്രം കഥ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണ്. സിനിമ ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരിക്കലും അംഗീകരിക്കില്ല, അത് പ്രസിദ്ധീകരിക്കാൻ അവർ സമ്മതിക്കില്ല. ഒരു സംസ്ഥാന കൗൺസിലൊക്കെ വലിയ ചർച്ചയായി സിനിമ പിന്നെ വേണ്ട, നമുക്ക് സിനിമ വേണ്ട എന്ന് പാർട്ടി തീരുമാനിക്കുന്നു. അപ്പോൾ കാമശ്ശേരി വന്ന് ഗോപാലിൻ്റെ പറയാണ്, പിന്നെ നീ ഗോപാല ഒരു കാര്യം ചെയ്യൊരു ഡമ്മി വരയ്ക്ക്, ഒരു സിനിമാക്കാരുടെ ഇതൊക്കെ വെച്ച് നല്ല ഫോട്ടോസ് പടമൊക്കെ വെച്ച് അതിനകത്ത് ചില മാറ്ററൊക്കെ ഈ കുറേ ഹൈപ്പോത്തറ്റിക്കലായി അങ്ങനെയുള്ള കുറേ മാറ്ററൊക്കെ വെച്ചൊന്നും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പഴയ മറ്റേ ബ്ലിറ്റ്സിൻ്റെ സൈസ്, ടാബ്ലോയിഡ് സൈസിലൊരെണ്ണം ഉണ്ടാക്കി അദ്ദേഹം. അപ്പം അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ പോയി സ്റ്റേറ്റ് കൗൺസിൽ മീറ്റിങ്ങിൽ അദ്ദേഹവും തോപ്പിൽ ബാസിയും ഒക്കെ ആർഗ്യൂ ചെയ്ത് ഇത് കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇത് കൊള്ളാൻ കേട്ടോ, ഇതൊരു സ്റ്റാൻഡേർഡ് ഉള്ളൊരു സിനിമ പ്രസിദ്ധീകരണമാണ്. തിരിച്ചു കൊണ്ടുവന്നിട്ട് ഗോപാലിനോട് കാണിക്കുക, അളിയാന്നാണ് വിളിക്കുന്നത്, നമ്മൾ സാധിച്ചു കാര്യം. അപ്പം ഇങ്ങനെ ഓരോ പ്രസിദ്ധീകരണവും കൊണ്ടുവന്നതിൻ്റെ പുറകിലുള്ള കഥകൾ, ഇങ്ങനെ പല കഥകളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ പുസ്തകത്തിന് 216 പേജ് എങ്ങനെ എന്നുള്ള അതിശയിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർട്ടിസ്റ്റ് ഗോപാലിനെ കുറിച്ച് വേണമെങ്കിൽ ഇനിയും ഒരുപാട് കാര്യം. ഞാൻ എപ്പോഴും വഴക്ക് കൂടും, മീന ചേച്ചിക്കറിയാം, ഞങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വൈജു ഇങ്ങനൊരു കഥയുണ്ട്, നമ്മൾ ഇപ്പം പറഞ്ഞാൽ മതിയോ പുസ്തകം അച്ചടിച്ച് കഴിഞ്ഞിട്ട്. അങ്ങനെ ചിലപ്പോൾ കഥകൾ വരും, ചിലപ്പം മറന്നു കിടക്കുന്ന ചിത്രങ്ങൾ, അലമാരിയുടെ ഡ്രോയിങ് എന്നൊക്കെ എവിടുന്നൊക്കെ ഏതെങ്കിലും പുസ്തകത്തിൻ്റെ അടിയിൽ നിന്ന് പഴയ ചിത്രം കിട്ടും. അങ്ങനെ ഈ പേജിൽ നിന്ന് മാറ്റം വരുത്തി ആ പടങ്ങൾ ചേർത്തിട്ടുള്ള സംഭവമുണ്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം അങ്ങനെ ഒരു പുസ്തകമാണിത്. ആ പുസ്തകത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും ഒരു ആത്മാർത്ഥതയോടുകൂടി അല്ലാതെ ഒരു പുസ്തകത്തിനെയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ ഇതിനകത്ത് എനിക്ക് അത്രയധികം ജ്ഞാനമുണ്ട്, കാര്യം അത്രയധികം എൻ്റെ എഫേർട്ട് ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പുസ്തകത്തിൻ്റെ ഈ രൂപത്തിൽ, ഇങ്ങനൊരു രൂപത്തിൽ, പുസ്തകം സാധാരണ ഒരു പുസ്തകമായാൽ പോലെ അതിങ്ങനെ ഒരു രൂപമായിരിക്കണം, അതിനകത്ത് ചിത്രങ്ങൾ വേണം എന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു. അദ്ദേഹം അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വസ്തുത്തിൽ ഇന്നിവിടെ ഇത്രയും നേരം ആരും എഴുന്നേറ്റ് പോകുക പോലും ചെയ്യാതെ ഇവിടെ ഇരുന്ന എല്ലാവരോടും ഞാൻ പിന്നെ നന്ദി പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ബിനോയ് ഈശോയുടെ സംസാരിച്ചു എന്നെക്കുറിച്ച്. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞ എന്ത് പറഞ്ഞാലും അത് വളരെ പിന്നെ ഒരു ഇതായി പോകും. വരെ എന്നെ വളരെ ചെറുപ്പകാലം പോലും കാണുന്ന ഒരാൾ, എൻ്റെ ചേട്ടൻ എന്ന് പറയാവുന്ന ഒരാൾ. അപ്പോൾ ഇതിനകത്ത് എനിക്കറിയാം ഇന്നത്തെ ദിവസം LDF മീറ്റിംഗ് ഉണ്ട്, ഒരു 10,000 കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ അതിനിടയിലാണ് ഈ സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത്. അത് തീർച്ചയായിട്ടും എന്നോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, ഇത് ആർട്ടിസ്റ്റ് ഗോപാലിനോട് ജനൈകം വാരികയുടെ ചീഫ് എഡിറ്റർ എന്നുള്ള നില, ജനൈകം പത്രത്തിൻ്റെ ചീഫ് എഡിറ്റർ എന്ന നിലയിൽ കൂടി ഒരു കാലഘട്ടത്തിലെ ആ വലിയ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ സാരഥി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്ത ഒരു ഉത്തരവാദിത്തമാണ് അദ്ദേഹം ഇവിടെ വന്ന് ഇത് പിന്നെ പ്രകാശനം ചെയ്തത്.
വാസ്തവത്തിൽ ജയകുമാർ സാറാണ് ഇതിനകത്ത് ഉണ്ടാകേണ്ടിയിരുന്ന ഒരാൾ. പക്ഷെ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ ഹാളിൽ വെച്ച് പറഞ്ഞ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇല്ലസ്ട്രേറ്ററാണ് അപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെ ഒരു സാധനം എഴുതി, അയ്യോ അത് നന്നായല്ലോ, ഒന്ന് എഴുതി തരാമോ അതിനൊരു അവതാരിക? ഓ സന്തോഷമായിട്ട് എഴുതുന്നത് മാത്രമല്ല ആദ്യത്തെ വാചകം തന്നെ അത് എന്നെ മനസ്സിലാക്കി പോലെ ബൈജു ചന്ദ്രൻ അല്ലാതെ മറ്റാർക്കും ഇത് എഴുതാൻ പറ്റില്ല എന്നൊരു വാചകം അത് എഴുതി. എന്തടിസ്ഥാനത്തിലാണ് അത് എഴുതിയെഴുതില്ല, അതായത് ഇത്രയും സന്തോഷമുള്ളൊരു കാര്യമില്ല. അപ്പം അദ്ദേഹം ഇന്ന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിന് അടിയന്തരമായിട്ടൊരു അദ്ദേഹത്തിൻ്റെ പുതിയ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ട് ചെങ്ങന്നൂർ വരെ പോയിരുന്നു. എന്നെ കുറച്ച് മുമ്പ് വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ പോവുകയാണ്, ഞാൻ ഗോപാലൻ ചേട്ടനെ വീട്ടിൽ പോയി കണ്ടോളാം എന്ന് പറഞ്ഞു. കാര്യം അദ്ദേഹം പിന്നെ പണ്ട് ടൂറിസത്തിൻ്റെ ഡയറക്ടറായിരിക്കുന്ന സമയത്താണ് ഗോപാലൻ ചേട്ടനെ കൊണ്ട് പിന്നെ ഫ്ലോട്ടുകൾ ചെയ്യിക്കുന്നത്. ഈ ടൂറിസത്തിൻ്റെ ഫ്ലോട്ട് റിപ്പബ്ലിക് ഡേക്കും അതുപോലെ തന്നെ കേരളത്തിലെ ഓണാഘോഷത്തിനൊക്കെ ഫ്ലോട്ടുകൾ ചെയ്യുന്ന ഇദ്ദേഹമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ജയകുമാർ സാറെ എടുത്ത് ഗോപാലൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി തരികയും ഇവിടെ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇവിടെ പിന്നെ ചവറ KS സാറ് ഞാൻ പറഞ്ഞ പോലെ ചവറ ശങ്കരമംഗലം സ്കൂളിലെ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച 2 പേര് എന്നുള്ള രീതി ഒരു ചരിത്രപരമായ പ്രാധാന്യം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഈ പിന്നെ അദ്ദേഹം ഇവിടെ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ ശരീരത്തിന് ചില പിന്നെ ക്ഷീണമുണ്ടെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഇപ്പോഴും സജീവമായിരിക്കുന്ന ഒരു വ്യക്തി. തീർച്ചയായിട്ടും ഈ പറഞ്ഞ നമ്മൾ വളരെ സമയച്ചുരുക്കം കൊണ്ടാണ് അദ്ദേഹം വളരെ കുറച്ച് വാക്കുകളിൽ അത് പറഞ്ഞു നിർത്തിയത്. വേണമെങ്കിൽ ദീർഘനേരം സംസാരിക്കാനുള്ള ഒരുപാട് കഥകൾ, ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. പക്ഷേ അതൊക്കെ ഇവിടെ മുഴുവൻ പറയാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹം ഇവിടെ നമ്മളോട് വന്ന് ഈ പിന്നെ കുറച്ച് അനാരോഗ്യത്തിൻ്റെ ഈ ഘട്ടത്തിൽ ഇവിടെ വന്നതിൽ ഞാൻ അദ്ദേഹത്തിനോട് എൻ്റെ നന്ദി അറിയിക്കുന്നു. രാധ ചേച്ചി എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ചേച്ചിയാണ്. ഈ പുസ്തകം എഴുതിയപ്പോൾ മാധ്യമം പബ്ലിഷ് ചെയ്ത സമയത്ത് തലക്കെട്ട് കൊടുക്കുമായിരുന്നു. അതിനകത്ത് ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് പത്മരാജൻ എന്നുള്ള പേരിട്ട് ഒരു മാസ്മരികമായ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ട് പത്മരാജൻ എന്ന് വായിച്ചു, അതുകൊണ്ട് തന്നെ ആ അധ്യായം ഒരുപാട് വായിക്കപ്പെട്ടു. ഒരുപാട് പേര് പത്മരാജൻ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം, ഒരു അപൂർവമായ ചിത്രവുമുണ്ട്. ആ ചിത്രമൊക്കെ കണ്ട് ഒരുപാട് പേര് അത് വായിക്കുകയും അവരുടെ ചില ഈ പറഞ്ഞ പോലെ അവർ ചില സാഹസിക യാത്രകൾ നടത്തിയതും, ഒരു തുണിക്കടയിൽ പോയി ഒരു സാരി വാങ്ങിച്ചതിന് ശേഷം ലോഡ്ജിൽ തിരിച്ചു വരുമ്പോഴാണ് അത് പിന്നെ വണ്ടിക്കൂലിക്കുള്ള കാശില്ല. എറണാകുളത്ത് വണ്ടിക്കൂലിക്കുള്ള കാശില്ലാത്തതുകൊണ്ട് അവർ നേരെ തിരിച്ചു പോയി ബ്രോഡ്വേയിലുള്ള അതേ കടയിൽ ചെന്ന് കുറച്ചു മുമ്പ് ഞങ്ങൾ വാങ്ങിച്ച സാരിയാണ്, അത് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ കാശ് തരണം എന്ന് പറഞ്ഞൊരു കഥ. അപ്പം പിന്നെ അന്നത്തെ കാലത്ത് വലിയ 200 രൂപ വിലയുള്ള 200 രൂപയുടെ വില 1967 എന്ന് ആലോചിച്ച് നോക്കൂ. ആ വിലയുള്ള സാരിക്ക് പകുതി വിലയ്ക്ക് ആ സാരി പൈസ തിരിച്ചു മേടിച്ച് വന്നൊരു കഥയുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു പിന്നെ ഈ ഒരു സാഹസിക യാത്ര നടത്തി ഒരു ഗുഹയിൽ കൂടെ പോയി, മൂന്നാറിൽ നിന്ന് പോവുകയാണ്. ഗുഹയിൽ കൂടെ പോയപ്പോഴത്തേക്ക് അവിടെ എന്തൊരു സാധനം കടിച്ചു ഗോപാലൻ ചേട്ടനെ. പാമ്പാണെന്ന് നിശ്ചയം. പാമ്പ് കടിച്ച് അധികം നേരം ജീവിച്ചിരിക്കില്ല എന്ന് വിചാരിച്ചു. ഒരു വിധത്തിൽ ഗുഹയുടെ അങ്ങറ്റത്തെ പാമ്പല്ല, വേറൊരു ജീവിയാണ് കടിച്ചതെന്ന് മനസ്സിലായത്. ഇങ്ങനെയുള്ള കഥകളൊക്കെ ഇങ്ങനെ രാജശേഷിക്ക് കഥകളൊക്കെ കേട്ടറിയാം. അങ്ങനെയുള്ള കഥകളൊക്കെ ഗോപാലൻ ചേട്ടൻ ഇപ്പോഴും വളരെ സജീവമായി, വളരെ പൂർണ്ണമായ അത്രയും സൂക്ഷ്മതയോടുകൂടി ഈ കഥകളൊക്കെ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ കഥകൾ ആണ് ഞാനിവിടെ റിപ്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോൾ രാജശേഷി ഇവിടെ വന്നു, ഇതേപോലെ തന്നെ രാജശേഷി ഇങ്ങനൊരു ഈ പുസ്തകം ഏറ്റുവാങ്ങി, അതിന് വളരെ സന്തോഷത്തോടെ ഞാൻ നന്ദി പറയാം. പിന്നെ ഇന്ദുഗോപൻ്റെ കഥ പറച്ചിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കഥാകൃത്താണ് ഇന്ദുഗോപൻ. അതിൽ ഇന്ന് ഇത്രയും വായനക്കാരെ ആകർഷിക്കുന്ന ഒരു നറേറ്റീവ് സ്റ്റൈലുള്ള ഒരു കഥാകൃത്തുകൾ ഇന്ന് മലയാളത്തിലില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മാത്രമല്ല ഈ ഇന്ദുവിനെ സംബന്ധിച്ചുള്ള ഞാൻ എന്തെഴുതിയാലും അതിനകത്ത് ഒന്ന് വായിക്കുകയും എവിടെ വെച്ചെങ്കിലും കാണുമ്പോഴായാലും ഒന്ന് എൻ്റെ അടുത്ത് പറയും, ചേട്ടാ അത് നന്നായി. കാര്യം ഇത് ഞാൻ എഴുതുന്ന വിഷയങ്ങൾ എനിക്കറിയാം. ഞാൻ എഴുതുന്ന വിഷയങ്ങൾ ഒരു 40 വയസ്സിന് താഴെയുള്ളവരെ അങ്ങനെ ആകർഷിക്കുന്നതല്ല. 30 വയസ്സിന് താഴെയുള്ളവരാരും വായിക്കുകയില്ല, അത് നന്നായിട്ടറിയാം എനിക്ക്. അപ്പോൾ ഇന്ദു അത് വായിക്കുകയും അത് വളരെ കൃത്യമായി എൻ്റെ അടുത്ത് അതിൻ്റെ നിരീക്ഷണങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ, അത് മാത്രമല്ല ഞങ്ങളൊരു കല്യാണം ഇന്ദുവിടെ പറഞ്ഞു, ഞങ്ങളൊരു കല്യാണത്തിന് പോയപ്പോൾ ഞാനും പിന്നെ ഗോപാലൻ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ദുവിനെ കണ്ടു. അപ്പോൾ ഇന്ദുവിനോട് ഞാൻ പറഞ്ഞു, ഇതാണ് ആർട്ടിസ്റ്റ് ഗോപാലൻ. ഇന്ദു ആദ്യം ചെയ്ത് ഈ കയ്യളാണല്ലേ എന്ന് പറഞ്ഞാൽ ആ കയ്യളെടുത്ത് ഇങ്ങനെ നെഞ്ചോട് വെക്കുക. ഉമ്മ വെച്ചോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഈ കയ്യളാണല്ലേ എന്ന് പറഞ്ഞാൽ കയ്കളിൽ കയറി ഇങ്ങനെ പിടിച്ച്. അപ്പം എൻ്റെ മനസ്സിൽ വന്ന് ഈ പുസ്തകം എപ്പോഴെങ്കിലും പുസ്തക രൂപത്തിൽ ഇത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദുഗോപൻ എന്നുള്ള മനുഷ്യനായിരിക്കണം, വ്യക്തിയായിരിക്കണം ഇതിനെക്കുറിച്ച് പറയേണ്ട. കാര്യം ഇന്ദുഗോപൻ അത് ആ പുസ്തകത്തെ ആ രീതിയിൽ കാണുന്ന ഒരാളാണ്. അല്ല ഞാൻ വായിച്ചു കേട്ടോ എന്ന് വെറുതെ പറഞ്ഞു പോകുന്ന ആളല്ല എന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണ് ഇന്ദുഗോപനെ തന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചത്. ഇന്ദുവിന് നന്ദി. പിന്നെ ചിത്രകലയുടെ ഇന്നത്തെ തലമുറയിൽ 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഇവിടെ ഉണ്ട്. ആർട്ടിസ്റ്റ് ഭട്ടതിരി എന്ന് പറയുന്നത് ഐക്കണാണ്, നമുക്കറിയാം. അക്ഷരകലയുടെ
ഈ കലിഗ്രഫി എന്ന് പറഞ്ഞാൽ പട്ടതിരി എന്നുള്ള രീതിയിലോട്ട് ഇന്ന് മലയാളത്തിലെ അക്ഷരകല മാറിയിട്ടുണ്ട്. അത് അന്തർദേശീയ തലത്തിൽ പിന്നെ പട്ടതിരിക്ക് അംഗീകാരം കിട്ടുന്നുണ്ട്. പട്ടതിരിയെ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്കൊരു ടൈറ്റിൽ വരയ്ക്കണമെങ്കിൽ ഞാൻ ആദ്യം മനസ്സിൽ വന്ന പേര് പട്ടതിരിയാണ്. അപ്പോൾ ഞാൻ തന്നെ പട്ടതിരി വിളിച്ച് ചോദിച്ചു, പിന്നെ ഇങ്ങനൊരു കാര്യം ചെയ്യാമോ? പിന്നെന്താ ഇതെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അദ്ദേഹത്തിന് സമയം കിട്ടിയ അനുസരിച്ച് അത് 2 or 3 സ്റ്റൈലിൽ വരച്ചു തന്നു. ഗോപാലൻ ചേട്ടൻ തിരഞ്ഞെടുത്ത ആ സ്റ്റൈലാണ് നമ്മുടെ പുസ്തകത്തിൻ്റെ ടൈറ്റിലായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇവരുടെ വരയ്ക്കും തീർച്ചയായിട്ടും 2 തലമുറയിൽപ്പെട്ടവരാണെങ്കിലും അവരുടെ വരയ്ക്കും പട്ടതിരി ഇവിടെ പറഞ്ഞു അനുകരിച്ച കാര്യം. പക്ഷെ അനുകരിക്കാൻ എല്ലാവർക്കും അനുകരിച്ചാലും ഒരു നന്നായിട്ട് അനുകരിക്കാൻ പറ്റുന്നില്ലല്ലോ. പട്ടതിരിയുടേതായ ഒരു വലിയൊരു ഉള്ളിലുള്ള ഒരു വലിയ ദൈവികമായ കല, അത് ഗോപാലൻ ചേട്ടൻ്റെ പോലെ തന്നെ ഒരു വലിയ അത്ഭുതകരമായ ഒരു സാദൃശ്യം അവരുടെ ഈ ഒരു കലയ്ക്ക് തമ്മിലുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ആ രീതിയിൽ പട്ടതിരി ഇവിടെ വന്ന് അങ്ങനെ ഇന്ന് ഗോപാലൻ ചേട്ടനെ ആദ്യമായി കാണുകയും ചെയ്തു എന്നുള്ളൊരു അവസരം കൂടി പട്ടതിരി കിട്ടി. അതിന് ഞാനൊരു നിമിത്തമായി എന്നുള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്. പട്ടതിരിക്ക് നന്ദി. പ്രൊഫസർ മനോജ് കണ്ണനാണ് ഇവിടെ സംസാരിച്ചതിൽ വളരെ വ്യത്യസ്തമായ ചില അതിന് തിയററ്റിക്കലായിട്ട് അതെനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഇവിടെ ചിത്രകലയുടെ ചരിത്രം എഴുതുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളൊക്കെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവർ പുസ്തക രൂപത്തിൽ വലിയ വലിയ ചരിത്രങ്ങൾ എഴുതുന്നുണ്ട്. അവരിൽ ചിലർ ഗോപാലൻ ചേട്ടനെ വീട്ടിൽ ചെന്ന് കണ്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ബ്ലോക്ക് മേക്കിംഗ് ഉൾപ്പെടെയുള്ള പിന്നെ സംഗതികളെക്കുറിച്ച് മനസ്സിലാക്കി അവരുടെ പുസ്തകത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കളർ സെപ്പറേഷൻ്റെ സംബന്ധിക്കുന്ന ഒരു പുസ്തകം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ അവരാരും ആർട്ടിസ്റ്റ് ഗോപാലൻ എന്നുള്ളൊരു പേര് ഒരിടത്തും മെൻഷൻ ചെയ്യില്ല. എന്തിനാണ് ഈ വെറും കമേഴ്ഷ്യലായിട്ട് വരയ്ക്കുന്ന ഒരാളിനെ ഒരു കലാകാരനാണോ? കമേഴ്ഷ്യലായിട്ട് വരയ്ക്കുന്ന വേറെ ചിലരെ അവർ അംഗീകരിക്കും, പക്ഷേ ആർട്ടിസ്റ്റ് ഗോപാലിനെ അംഗീകരിക്കില്ല. ഒരു കലയുടെ ചരിത്രത്തിൽ ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ പേര് കാണത്തില്ല. വളരെ രസകരമാണ്. ഇവരൊക്കെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി ചെന്നും അദ്ദേഹത്തിനെ കണ്ട് ഒരുപാട് നേരം അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടോണ്ടിരിക്കുന്നവരാണെന്നും കൂടെ അറിയണം. അപ്പോൾ ആ സ്ഥാനത്ത് ഫൈൻ ആർട്സ് കോളേജിൻ്റെ ഇന്നത്തെ ചിത്രകല പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇവിടെ വന്ന് ഇത്രയും നല്ല വാക്കുകൾ അതിനൊരു തിയററ്റിക്കൽ ബേസോടുകൂടി അദ്ദേഹം ഇവിടെ സംസാരിച്ചു. എനിക്ക് വളരെ സന്തോഷവും അതിനകത്ത് എനിക്ക് അദ്ദേഹത്തിനെ ഇവിടെ വിളിക്കാൻ ഞാൻ വാസ്തവത്തിൽ എനിക്ക് എന്നെ അതിന് പറഞ്ഞ ഒരാൾ ഷാനവാസാണ്. അതും കൂടെ പറയണം. ഞാൻ ഗോപാലൻ ചേട്ടൻ്റെ അനന്തരവനും കലാകാരനുമായ ഷാനവാസൻ എഴുതുക ഇങ്ങനെ ഒരാളുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കറിയാം അദ്ദേഹം അവർ ക്ഷണിച്ചിട്ട് ഞാൻ അവിടെ പോയി ഒരു ഫിലിം ഫെസ്റ്റിവലിൻ്റെ പിന്നെ കുറച്ച് സംസാരിച്ചിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. വളരെ സന്തോഷത്തോടെ ഞാൻ പക്ഷേ എൻ്റെ മനസ്സിൽ ആ പേര് വന്നത് തീർച്ചയായിട്ടും ഷാനവാസ് പറഞ്ഞുകൊണ്ടാണെന്ന് ഞാൻ കടപ്പാടോടുകൂടി പറയട്ടെ. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഈ സംസാരിച്ചതിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വളരെ നന്ദി. ഈ അവസാനമാണ് ഒരാളെ വെച്ചെങ്കിലും ആ ആള് എല്ലാം കൊണ്ടും ഇവിടെ സംസാരിക്കാൻ അർഹനാണ്. അത് കാമ്പശ്ശേരിയുടെ മകനാണ്. കാമ്പശ്ശേരിയുടെ മകൾ അവിടെ ഇരിപ്പുണ്ട്. കാര്യം ഈ പുസ്തകം കാമ്പശ്ശേരി കരുണാകരൻ ഇല്ലാതെ പൂർത്തിയാവില്ല. അത്രയധികം കാമ്പശ്ശേരി നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇവിടെ വന്ന് ഏതാണ്ട് കാമ്പശ്ശേരി അമ്മ എന്നെ വിളിക്കുന്ന കാമ്പശ്ശേരി കരുണാകരൻ്റെ ഏതാണ്ടൊരു രൂപമാണ് ഇദ്ദേഹത്തിനുള്ള റാഫി കാമ്പശ്ശേരിക്കുള്ളത്, അമ്പിച്ചേട്ടനുള്ളത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഇങ്ങനെ വളരെ പൊക്കത്തിൽ നല്ല ഉയരത്തിൽ ഇങ്ങനെ വന്ന് നിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് പല ഓർമ്മകളും എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുള്ള സംസാരം കേട്ടിരുന്നിട്ടുള്ള. അപ്പോൾ ഗോപാലൻ ചേട്ടൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയും, പണ്ട് കാമ്പശ്ശേരിയായിട്ടുള്ള ചില ഡയലോഗ്. അപ്പം ഞാനത് എൻ്റേതായ രീതിയിൽ ആ സംഭാഷണം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഗോപാലൻ ചേട്ടൻ ബൈജു എങ്ങനെയാണ് കാമ്പശ്ശേരി ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, ബൈജുവിന് എങ്ങനെ അറിയാം? ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇങ്ങനെ കുട്ടിക്കാലത്ത് ഇതൊക്കെ കേട്ട് എൻ്റെ മനസ്സിലൊരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെ ഞാൻ ഒപ്പി വെച്ചിട്ടുണ്ട് ഓരോരുത്തരുടെ ചിലരുടെ സംസാര രീതി. അതിനകത്തൊന്ന് കാമ്പശ്ശേരിയുടെ സംസാര രീതിയാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒഴുക്കോടുകൂടി ഒരു ഈണത്തിലുള്ള ഒരു സംസാര രീതിയുണ്ട്. ആ സംസാര രീതി എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതാണ് ഞാനത് പിന്നെ അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ ഞാൻ എഴുതിയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നു, എന്നെക്കുറിച്ചും നല്ല വാക്കുകൾ പറഞ്ഞു. പോസ്റ്റ് റിട്ടയർമെൻറ്റ് ഞാൻ എങ്ങനെയാണ് ഇവിടെ ചിലവഴിക്കുന്നത് എന്നുള്ള പറഞ്ഞു. തീർച്ചയായിട്ടും പോസ്റ്റ് റിട്ടയർമെൻറ്റ് എന്നുള്ള നമ്മൾ റിട്ടയർ ആയി എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ, കാര്യം റിട്ടയർ ആയതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. ആ സന്തോഷം ഇങ്ങനെ ഞാൻ ആഘോഷിച്ച് തീർക്കുന്നതാണ് ഈ എഴുത്തിലൂടെ. അപ്പോൾ അതിൽ എനിക്ക് ഇവിടെ വന്ന് ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷം. പക്ഷേ ഇവിടെ ഞാൻ ഈ വേദിയിൽ ഇരിക്കുന്നവരെ കുറിച്ച് മാത്രമല്ല പറയേണ്ടത്. ഈ സദസ്സിൽ ആർട്ടിസ്റ്റ് ഗോപാലൻ്റെ ഏറ്റവും അടുപ്പമുള്ള കുറേ പേര് ഇരിപ്പുണ്ട്. എനിക്ക് അവരെയൊന്നും ഈ വേദിയിലോട്ട് വിളിച്ച് കൊണ്ടുവരാൻ പറ്റാത്ത ഒന്ന് ജനീകം സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഈ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ്. 1962-63 കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 64 പാർട്ടി വളർന്നപ്പോൾ ജനീകം പത്രത്തെ വളർന്ന് പുറത്തുപോയ ആളുകളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി ആയുധമെടുത്ത്
അതിനെ സംരക്ഷിച്ച ഒരാളാണ്. ആ കഥ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ജനൈകം സതീശൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഗോപാലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അവരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു, പത്മരാജൻ. പിന്നെ എനിക്ക് അദ്ദേഹം വന്നിട്ടുണ്ടോയെന്നറിയില്ല. ഇവിടെ പ്രിൻറ്റേഴ്സ് ബ്ലോഗ്സിൻ്റെ മോഹനൻ, അദ്ദേഹം ഇവിടെ എത്തിയോന്ന് ഞാൻ കണ്ടില്ല. ഉണ്ടോ? ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അതെൻ്റെ കുട്ടിക്കാലത്ത് ഇതേപോലെ ഞാൻ കാണുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ പിന്നെ സുരേഷ് ജനീയത്തിൻ്റെ, പിന്നെ MP അച്യുതൻ എന്ന് പറയുന്നത് ജനീയത്തിൻ്റെ. ഇവർ തോപ്പിൽ ഗോപാലകൃഷ്ണൻ ചേട്ടൻ ജനീയത്തിൻ്റെ പത്രാധിപരായപ്പോഴാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആർട്ടിസ്റ്റ് ഗോപാലൻ ജനീയത്തിലേക്ക് മടങ്ങി വരുന്നത്. ഗോപാലകൃഷ്ണൻ ചേട്ടൻ ഒരൊറ്റ ഒരു വിളിയുടെ പുറത്താണ്, അവർ തമ്മിലുള്ള ബന്ധം അതായിരുന്നു. അപ്പോൾ അന്ന് ഇവർ രണ്ടുപേരും കൂടി ചേർന്നാണ് ഒരുപാട് കാലം ഗോപാലൻ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നിരുന്ന ജനീകം വാരികയുടെ ഭാവിയെക്കുറിച്ചും അതെങ്ങനെയാണ് നന്നായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അച്യുതൻ ചേട്ടൻ ഇവിടെ ഉണ്ട്. അന്ന് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുന്ന ഒരാൾ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒരാൾ ഇന്നില്ല, പരമേശ്വരൻ പോറ്റി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, ചെങ്ങാരപ്പള്ളി പരമേശ്വരൻ പോറ്റി. ഇന്ന് നമ്മുടെ ഉള്ളപ്പോഴും ഈ ഭൂമിയിൽ ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേര്, അതുപോലെ തന്നെ ഞാൻ ഓർമ്മിക്കേണ്ടതായ ഒരുപാട് പേര്, ഞാൻ പേര് മെൻഷൻ ചെയ്യേണ്ടതായ ഒരുപാട് പേരുണ്ട്. കാർട്ടൂണിസ്റ്റ് ഹരി പോലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ അപ്പോൾ ഞാൻ ഇനി ആരെങ്കിലും വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പേരുകളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും ചേർന്നാണ് ഈ പുസ്തകത്തിൻ്റെ ഈ പ്രസാധനം, ഈ പ്രകാശനം എന്ന് പറയുന്നത് ഒരു വലിയൊരു, എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ ഒരു സാക്ഷാത്കരിക്കാൻ സാധിച്ചത്. അതിനെല്ലാവരോടും, ഈ സദസ്സിനോട്, ഈ ഞാൻ ആർട്ടിസ്റ്റ് ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ടവരെ മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കലയുമായി ബന്ധപ്പെട്ടവരെ മാത്രമേ ഞാൻ ഇതിനകത്ത് അതിഥികളായി വാസ്തവത്തിൽ വിളിച്ചുള്ളൂ. എല്ലാവരും വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിനെ മനസ്സിലാക്കുന്ന, ആ പുസ്തകത്തെ മനസ്സിലാക്കുന്ന, എനിക്കറിയില്ല, ഞാനത് ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. എന്താ പുസ്തകം എഴുതുന്നത്? KPSC സുലോചന. അത് വലിയ ഒരു തൃശ്ശൂരുകാരൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ്, ഒരു മാധ്യമപ്രവർത്തകൻ. KPSC സുലോചനയൊന്നും ഞങ്ങളുടെ നാട്ടിലൊന്നും വലിയ അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കേട്ടോ. KPSC സുലോചനയും പറയുന്നത് തൃശ്ശൂരുകാരനാണ് കേട്ടോ. ഇങ്ങനെ പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഞാൻ എഴുതുന്ന വിഷയമൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളാണ്, നിങ്ങൾ ക്ഷമിക്കണം. അത് KPSC സുലോചനയും തോപ്പിൽ ഭാസിയും ആർട്ടിസ്റ്റ് ഗോപാലനും കാമ്പശ്ശേരി കരുണാകരനും ഒക്കെയാണ് എൻ്റെ വിഷയം. ആ വിഷയം മനസ്സിലാക്കി കേരളത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ വായിച്ചാൽ മതി. അതിനപ്പുറമായിട്ട് ഈ പുസ്തകം വലിയൊരു രീതിയിലേക്ക് പിന്നെ അടുത്ത വലിയ വലിയ സാഹിത്യോത്സവങ്ങളിൽ ചെയ്യപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് ഇതിന് സാക്ഷി നിന്ന എല്ലാവർക്കും നന്ദി.